സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. അതെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ സമയം വരെ നമ്മൾ പ്രാർത്ഥിച്ചുവെങ്കിലും ഒരു പ്രാവശ്യം കൂടെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം. യേശുവിന്റെ നാമം ചെയ്യും. ശുദ്ധമായ ഒരു ആത്മനിയോഗം നമുക്ക് അനിവാര്യമാണ്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ വിശുദ്ധ തിരുവഴുത്തിനു വേണ്ടി കാതോർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് സംസാരിക്കണം. ഒരാത്മ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. ദൈവമേ, എന്നോട് സംസാരിക്കാതെ പോകരുത്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ്. അബ്രഹാം പറഞ്ഞതുപോലെ എന്നെ കടന്നു പോകരുതേ എന്നൊന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ദൈവം എന്നോട് സംസാരിക്കാതെ, എൻ്റെ വിഷയത്തോട് ഇടപെടാതെ, എൻ്റെ ആവശ്യങ്ങളിൽ ദൈവം ഒന്നും പറയാതെ എന്നെ കടന്നു പോകരുതേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. അല്പനേരം ആയിരിക്കുന്ന തലങ്ങളിൽ കേവലം ഒരു വചനം കേൾക്കുക, ഒരു സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക, എന്തെങ്കിലും ഒക്കെ കേൾക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇന്ന് പകല് ഞാൻ കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ആദിയോട് അവസാനം ദൈവമേ, നിനക്ക് എന്നോട് പറയാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വചന കേൾവിക്കോ ആത്മീയ ഉത്തേജനത്തിനോ ദൈവിക പ്രവർത്തികൾക്കോ തടസ്സമാ നിൽക്കുന്ന എല്ലാ മേഖലകളെ ദൈവമായ കർത്താവിന്റെ ശക്തിയാൽ അതിനെ ശാസിക്കപ്പെടേണ്ടതിന് അല്പനേരം ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക്. റാംഷേനി റഖാനിയാദൽ ബമസി റഖാനിയാദൽ ഛേദിയാനാസിയാംതി റബനനാദി ഖാനാ ശസ്മിയാന്തനെ വൈഡപമനാദി ഘടകം റഗംതുനി അദൽ ഘടകം റഖാന്തനാദി കച്ഛാദൽ ബമസ്യാദന. ആത്മയാഭാരം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. ആത്മനിയോഗം ഞങ്ങളുടെ നടുവിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ബലം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നൽകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ 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 എല്ലാ മനസ്സും ഹൃദയവും കർത്താവെ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങൾ തുറക്കട്ടെ. സാഹചര്യങ്ങളെ കർത്താവ് മാറ്റട്ടെ. ആയിരിക്കുന്ന മേഖല ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗം ശക്തിയോടെ പകരട്ടെ പകരട്ടെ യേശുവിന്റെ നാമത്തിൽ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ തിരുവഴുത്തിൽ ഞങ്ങൾ വായിച്ചു കേൾക്കപ്പെട്ട ദൈവവചനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. വായിച്ച വചനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. വായിച്ച് സഹായിച്ച പ്രിയ ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കണം. വചന കേൾവിക്ക് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കണം. ഈ ഡിവൈസ് ജോയിൻ ചെയ്തിട്ട് ഉള്ള എല്ലാ ദൈവദാസന്മാരെ ദൈവദാസിമാരെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട വചനം കർത്താവിന്റെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ അടിയന്റെ മേൽ കർത്താവ് നൽകണമെന്ന് അപേക്ഷിക്കും. മഹത്വം എല്ലാം ദൈവം എടുക്കണം. പ്രാർത്ഥനയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വായിച്ച വചനം നമുക്കേറെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. ഇന്ന് പകലിൽ നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചു. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പാട്ടാണ്, സംഗീതമാണ് എന്ന് നമുക്കറിയാം. ഈ 40-ാം സങ്കീർത്തനം ഏറെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. 40-ാം സങ്കീർത്തനം അതിന്റെ തലവാചകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് തന്നെയാണ്. എഴുത്തുകാരനെ വളരെ വ്യക്തമായി വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. അതുപോലെ തന്നെ പഠനാത്മകമായി വേദപണ്ഡിതാക്കളുടെ അഭിപ്രായ പ്രകാരം ഇത് മശീക സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന, കർത്താവായ യേശുവിന്റെ വരവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 40-ാം സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ 40-ാം സങ്കീർത്തനമായിട്ട് മാത്രമല്ല നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും, മറിച്ച് നമ്മുടെയൊക്കെ ജീവിത നിലവാരത്തിൽ പാട്ടായും ഈ സങ്കീർത്തന ചില വാക്യങ്ങൾ നമ്മൾ എടുക്കുകയും അത് പാട്ടായും പാടുന്ന ഒരു സാഹചര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ട്. അങ്ങനെ എല്ലാ നിലകൾ കൊണ്ടും ഏറെ സുപരിചിതമായ, ഹൃദയസ്പർശിയായ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജീവിത നിലവാരത്തോട് ഇടപഴകുന്ന ഒരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്
ദൈവത്തിന്റെ വചനമെന്ന് പറയും. പല മേഖലകൾ നമ്മെ സ്വാധീനം ചെലുത്തതായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വചന കേൾവിയോളം, വചനത്തിന്റെ ആ സ്വാധീനതയോളം വരില്ല മറ്റേത്. പലതും നമുക്ക് ശക്തിയും ബലവും കരുത്തുമേകുന്നതാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു പരിധിയും പരിമിതിയും ഉള്ളപ്പോൾ ദൈവവചനത്തിന്റെ സ്വാധീനത എന്ന് പറയുന്നത് അത് പരിധി കൂടാതെ പ്രവർത്തിക്കുന്നു. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്വാധീനത, ഇത്രമാത്രം കരുത്ത് വചനത്തിനുണ്ടാകുന്നത് ചോദിച്ചാൽ ഈ വചനം ദൈവമായതുകൊണ്ടാണ്. അപ്പോൾ ആ വചനത്തിന്റെ സ്വാധീനത നമ്മുടെ ജീവിത നിലവാരത്തിൽ നാം അനുഭവിക്കുന്ന സാഹചര്യ പശ്ചാത്തലങ്ങൾക്കകത്ത് ഒരു കിടാവിളക്ക് പോലെ നിലകൊള്ളുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ദൈവമായതുകൊണ്ടാണ്. ഈ വചനം നെഞ്ചോട് ചേർക്കുന്ന, ഈ വചനത്തിൽ ആശ്രയിക്കുന്ന, ഈ വചനത്തിന് പ്രാധാന്യത കൽപ്പിക്കുന്നു ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുന്നില്ല എന്ന് കർത്താവായ യേശു തന്റെ പഠിപ്പിക്കലിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്തവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്നാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, പക്ഷേ പാറമേൽ അടിസ്ഥാനമിട്ട എന്ന് പറഞ്ഞാൽ വചനപ്രകാരം പണിത വീടിന് ഒന്നും സംഭവിച്ചില്ല. പ്രിയ ദൈവവൈദ്യരെ, ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ ഈ രണ്ടാമത്തെ ദിവസത്തിന്റെ ആദ്യ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഏതൊക്കെ കാറ്റും കോളും ജീവത്തെ ആടി ഉലയ്ക്കുന്ന വിധത്തിൽ വേരോടെ പറിച്ച് നിന്നെ മറ്റൊരു ദിശയിലേക്ക് നാമാവശേഷം ചെയ്യാനായിട്ട് ശക്തമായി ഉദിച്ചു പൊങ്ങിയാലും നിന്റെ അകത്ത് കത്തുന്ന ദൈവവചനത്തിന്റെ ആധികാരികത ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്താൻ പര്യാപ്തമെന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് പകൽ ഞാൻ ഊന്നി പ്രസ്താവിക്കുകയാണ്. മനസ്സിലാക്കണം, വചനം കേവലം കേട്ടുകേൾവിയായിട്ടല്ല, ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി പതിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയായി മാറണമെന്ന് ഇന്ന് പകലിൽ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. അപ്പോൾ വായിച്ച വചനത്തിലേക്ക് നമ്മൾ വന്നിട്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ആശിക്കും. അതിന്റെ ഏറ്റവും കടശി ഭാഗത്ത് നാം വായിക്കുന്ന ആ പദപ്രയോഗം ഇങ്ങനെയാണ്: ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഞാൻ ധൈര്യഹീനനായി തീർന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെടുന്ന ചില മേഖലകൾ. ധൈര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര തടിയുള്ളയാളാണെങ്കിൽ, എത്ര കരുത്തുള്ളയാളാണെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയും, നമ്മൾ പരാജയപ്പെടും. ഈ ഡിവാസി ജോയിൻ ചെയ്ത പലരുടെയും ജീവിതാനുഭവത്തിലേക്ക് ചെന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറയുന്ന പദപ്രയോഗം, ദൈവമേ എന്റെ ധൈര്യം നഷ്ടപ്പെട്ടു, എന്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. ചില സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ആ വിഷയം ആ വിധത്തിൽ നമ്മൾ പരാമർശിക്കപ്പെടുന്നത്. ധൈര്യം നഷ്ടപ്പെടുക, ധൈര്യഹീനനായി മാറുക, ധൈര്യം ഇല്ലാത്തവനായി മാറുക. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ എഴുത്തുകാരൻ തന്റെ സാഹചര്യ പശ്ചാത്തലത്തിൽ ഊന്നിക്കൊണ്ടാണ് താൻ ധൈര്യഹീനനായി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ എഴുത്തുകാരന്റെ ഇന്നലകളിലെ ജീവിത ശൈലിയിലേക്ക് പോകും. ഇദ്ദേഹം ആരായിരുന്നു എന്നൊരു ചോദ്യം. ഇന്നലകളിൽ ഈ എഴുത്തുകാരൻ ആരായിരുന്നു എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാം:
ദാവീദ്, നീ ധൈര്യമില്ലാത്തവനായിരുന്നോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് തരുന്ന 1-2 ഭാഗം പഴയ നിയമത്തിലുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ വായിക്കും. അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെ: ഒരിക്കൽ ഒരു കരടിയും ഒരു സിംഹവും എന്നെ എതിർപ്പെട്ടു വരാനിടയായി. അങ്ങനെ അത് വന്ന് ആടുകളിൽ ഒരെണ്ണത്തെ പിടിച്ചു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് ദാവീദ് ഈ ആടിനെ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? വിടിവിച്ചു എന്നാണ്. വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതിനെ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് ദാവീദ് അതിനെ വിടിവിച്ചു എന്ന പദമാണ്. അപ്പോൾ എന്റെ ചോദ്യം, ഈ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് വിടിവിക്കണമെങ്കിൽ ഈ മനുഷ്യൻ ആരായിരിക്കണം? ധൈര്യമുള്ളവനായി. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട്, ഒരു സാധാരണ വ്യക്തിയെ കൊണ്ട് ഈ വിധത്തിൽ ഹിംസ്ര ജീവിയിൽ നിന്ന് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കുന്നു. അതിന് വളരെ വ്യക്തമായി പറയുന്നു, ആ ഹിംസ്ര ജീവിയുടെ വായിൽ നിന്നാണ് അവൻ വിടുവിച്ചത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ആടിരിക്കുന്നത് സിംഹത്തിന്റെ വായിലാണ്. നിന്റെ ആടിരിക്കുന്നത് കരടിയുടെ വായിലാണ്. അതുകൊണ്ട് നീ ഇറങ്ങേണ്ടതും നീ പൊരുതേണ്ടതും സാധാരണ മേഖലയല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ്. നീ പ്രാപിക്കാൻ നിന്റെ നന്മ, നിന്റെ ആട്, നിന്റെ സ്വത്ത് നിന്നെ ഏൽപ്പിച്ചത് ഇപ്പോൾ ആയിരിക്കുന്നത് സിംഹത്തിന്റെ വായിലാണ്. അതുകൊണ്ട് നീ സാധാരണക്കാരനായിട്ടല്ല, ഒരു അസാധാരണ വ്യക്തിയായി പുറപ്പെടാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ഒരു നിയോഗം തരികയാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു സാധാരണ വ്യക്തിയെ പോലെ നീ പുറപ്പെടും. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ ആടിരിക്കുന്നത് സാധാരണ മേഖലയിലല്ല, ഒരു അസാധാരണ മേഖലയിലാണ്. അതുകൊണ്ട് നീ ഒരു അസാധാരണ വ്യക്തിയായി പുറപ്പെടും. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരു സാധാരണ ഒത്തുവരുത്തെ ആത്മീക ജീവിതം കൊണ്ടും, ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ടും, ഒരു സാധാരണ ഉപവാസം കൊണ്ടും, ഒരു സാധാരണ വചനധ്യാനം കൊണ്ടും, ഒരു സാധാരണ ആത്മീയ ജീവിതത്തിന് നീ ഉടമയായി മാറരുത്. ഒരു അസാധാരണ മേഖലയിലേക്ക് കയറി വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രബോധനാത്മകമായി ദൂത് കൈമാറുകയാണ്. അർഘദാന ഘടക ക്ഷേധനാദിഘട്ടം, അർഘാധനഘടക ശംഭുനാദിയാന. ഒരു സാധാരണ ഉപവാസത്തിന് വേണ്ടി നീ ചെവി കൊടുക്കരുത്. ഒരു സാധാരണ ജീവിതത്തിന് വേണ്ടി നീ തയ്യാറാകരുത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ നന്മ ഇന്നിരിക്കുന്നത് ശത്രുവിന്റെ വായിലാകയാൽ നീ അതിലേക്ക് പോകും. വളരെ സൂക്ഷ്മതയോടെ, വളരെ കൂർമ്മതയോടെ, വളരെ വളരെ കൂർമ്മതയോടെ യാത്ര ചെയ്യും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഈ ആട്ടിൻകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ദാവീദ് നീ പുറപ്പെടുന്നത് എങ്ങനെയാ? സ്വന്തം പ്രാണനെ നോക്കാം, സ്വന്തം ജീവനെ നോക്കാതെ അവൻ ഇറങ്ങിച്ചെന്ന് അതിനെ വിടിവിച്ചെടുത്തു എന്ന വചനം. പക്ഷെ അടുത്ത ഭാഗം പറയുന്നത്, ഞാൻ ആടിനെ വിടുവിച്ചതിന് ശേഷം നോക്കുമ്പോ അത് എന്റെ നേരെ തിരിഞ്ഞു. കർത്താവിന്റെ ആത്മാവ് ചില വ്യക്തികളോട് ശക്തമായി ഇടപെടുന്ന ഒരു ദൂതാണ്. നീ ചില വിടുതലുകൾ നടത്തുമ്പോൾ, നീ ചില രക്ഷകൾ ചെയ്യുമ്പോൾ, നീ ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് നിന്റെ മേലെ തിരിയാൻ സാധ്യതകളേറെയാണ്.
വൈഡനാധികക്ഷാതൽപമനഘടകം റാഖാനി അസൈഖാനഘടകം റാംതൂന വൈശസ്യാഘന. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യ, നീ ഇറങ്ങുന്നത് ശരിയായ ദിശയിൽ തന്നെയാ. പക്ഷേ നീ വളരെ ഗൗരവത്തോടുകൂടി യാത്ര ചെയ്യണം. നീ ആടിനെ വിടുവിച്ചു എന്ന സന്തോഷത്തോട് ഒതുങ്ങല്ല. പരിശുദ്ധാത്മാ പറയുന്നു, അത് നിന്റെ നേരെ തിരിയാൻ പോകുകയാണ്. അത് ആടിനെ വിട്ടിട്ട് എന്റെ നേരെ തിരിയാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യ, നിന്റെ നേരെ ചിലത് തിരിയും. ചില സിംഹം പോലെയുള്ളത്, ചില കരടി പോലെ ചില മേഖലകൾ നിനക്കെതിരെ തിരിയാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ വളരെ വ്യക്തമായി ഇടപെടുന്നു. അതിനെ എതിർപ്പെടേണ്ട മേഖല വേറെയാണ്. ഈ വചനത്തിന്റെ ആഴം ഗ്രഹിക്കുന്ന ഒരു അല്പനേരം സ്തോത്രം ചെയ്തേ. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ചില മേഖലയിൽ ദൈവം ചില വിടുതലുകൾ ചെയ്യുകയാണ്. നിനക്കെതിരെ വരുന്ന ചിലത്, നിനക്കെതിരെ അലറിക്കൊണ്ട് ആഞ്ഞെടുക്കുന്ന ചിലത്, നിന്നെ കീറിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചിലത്, നിന്നെ മുറിക്കുമെന്ന് പറയും, നിന്റെ രക്തം കൊതിക്കുന്ന ചിലത് ഇന്ന് പകലിൽ അഴിയാൻ ആത്മനിയോഗത്തോടെ കൽപ്പിക്കും. അതരം രബനം ശധൂര അസാഖാനി റാംഷിയാന്ധന. ഇന്ന് പകൽ ആ വചനത്തിന്റെ ശക്തി ചില മേഖലകളിലേക്ക് ശക്തിയോടെ വ്യാപരിക്കപ്പെടുകയാണ്. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്പനേരം ആത്മാവിനൊന്ന് പ്രതികരിച്ച് നിങ്ങളുടെ കരങ്ങൾ നടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ തയ്യാറായിരിക്കെ. ദൈവമേ, എനിക്കെതിരെ ഉയരുന്ന ചില മേഖലകളെ കീറി മുറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തലം ഇന്ന് പകലിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യാപരിക്കണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുന്ന ചിലത് ഇന്ന് പകലൊന്ന് ആരാധനയ്ക്കായി സമർപ്പിച്ചു കൊടുക്കുക. എവാഞ്ചലി മാത്യൂസ് ജോൺ ദേവദാസനെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, വളരെ ഗൗരവത്തോടെ ഈ ദിവസങ്ങളിൽ നീ യാത്ര ചെയ്യണം. നീ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്ന് നിന്നെ മുറിപ്പെടുത്തുവാൻ ശത്രു തന്ത്രപരമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെയാണ് ഇടപെടുന്നത്. നീ ചെയ്യുന്ന പല നന്മയുടെ മേഖലകളാണ്. കർത്താവനദാസനെ ചില വിഷയങ്ങൾ സംബന്ധമായി നീ ഇറങ്ങിച്ചെല്ലുന്ന നല്ല ഉദ്ദേശത്തോടെയാണ്. നീ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നിന്നെ ശിക്ഷിക്കാൻ കൊതിക്കുന്ന ചിലത് പുറകിലുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഒരു മേഖല രക്ഷപ്പെടുത്തി ചിലതിനെ പുറത്തു കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ പുറത്തു കൊണ്ടുവരുന്ന ചില മേഖല എതിരായി നിന്നുകൊണ്ട് ജീവനോടെ മുറിക്കാൻ, ജീവനോടെ ഇന്ന് ആടിനെ ഇരയാക്കാനല്ല, മറിച്ച് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ദാവീദിന്റെ ജീവൻ എടുക്കാനാണ് ഈ ജീവികൾ പാഞ്ഞെടുക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, കർത്തുദാസനെ, പ്രാണനെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ ചില സാഹചര്യങ്ങൾ കരുക്കളായി ഒരുക്കപ്പെടുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ദാവീദ് അതിനെ വായുടെ താടിയിൽ പിടിച്ച് അതിനെ കീറിക്കളഞ്ഞതുപോലെ ചിലതിനെ നീ കീറിക്കളയുന്ന നിമിഷങ്ങൾ അടുത്തു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്നെ പുറകിൽ നിന്ന് വേട്ടയാടി നീ അറിയാതെ നിന്നെ പിടിച്ച് ജീവനോടെ വിഴുങ്ങിക്കളയാൻ ശക്തമായി ഇടപെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ വളരെ വ്യക്തമായി ഇടപെടുന്നു. ഒന്ന് രണ്ട് ചില സാഹചര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അവിടെ വളരെ വളരെ വ്യക്തമായ ദൈവാത്മാവ് പറയുന്നു, പ്രാണൻ പക്ഷി കെണി പൊട്ടി വഴുതിപ്പോന്നത് പോലെ രക്ഷപ്പെട്ടു വന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. രണ്ടാമത് 17-ാം അധ്യായം 1 ശമൂവേലിന്റെ 17-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പദപ്രയോഗം എങ്ങനെയാണ്? ദാവീദിന്റെ കയ്യിൽ ആയുധം ഇല്ലാതിരിക്കെ, ദാവീദിന്റെ കയ്യിൽ ആയുധം ഒന്നും ഇല്ലാതിരിക്കെ
ശൗലിന്റെ കയ്യിലെ ആയുധം വലിച്ചൂരി ശൗലിന്റെ തല വെട്ടിക്കളഞ്ഞു. 40 നാളായി ഭയത്തോടെ പേടിയോടെ ഒരു രാജ്യം മുഴുവൻ ഭയത്തോടെ നിൽക്കുന്നു, ഒരു സമൂഹം മുഴുവൻ ഭയത്തോടെ നിൽക്കുന്നു. ദാവീദ് ഒറ്റയ്ക്ക് കവണയിൽ കല്ലുമെടുത്തുകൊണ്ട് ശത്രുവിന് നേരെ പാഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ പദപ്രയോഗങ്ങൾ പറയുന്നതിന് താല്പര്യമെന്ന് പറയുന്നു, ഈ ദാവീദ് സാധാരണക്കാരനല്ല എന്ന് പറയാം. ദാവീദ് ധൈര്യമില്ലാത്തൊരു മനുഷ്യനല്ല, ദാവീദ് ബലമില്ലാത്തൊരു മനുഷ്യനല്ല. മറിച്ച് ഹിംസ്ര ജീവികളെ കീറിക്കളയാൻ കൊല്ലുമെന്ന് വെല്ലുവിളിക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ കഴുത്ത് വെട്ടിമാറ്റാൻ കരുത്തുള്ള, അത്രയ്ക്കും പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ് ദാവീദ്. അത്രയ്ക്കും പ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ. പകലെന്ന് കേൾക്കുന്ന ദൈവവൈതലേ, ഈ വചനത്തെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒരാമയം പറയാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കഴിവുകൊണ്ടോ നിന്റെ മിടുക്കുകൊണ്ടല്ല ദാവീദേ, മറിച്ച് എന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഏതു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ഞാൻ നിന്റെ മേൽ കരുത്തു തരുമെന്ന് ദൈവാത്മാവ് ഇടപെടും. ഇതിനകത്ത് സിജി വിൻസെന്റ് എന്ന് പറയുന്ന ദൈവദാസിയോട് പരിശുദ്ധാത്മാവ് എങ്ങനെ ഇടപെടുന്നു? ഈ വചനത്തിലൂടെ തന്നെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നിന്നെ വെല്ലുവിളിക്കുന്ന ചിലതുണ്ട്, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്റെയും നിന്റെ കുടുംബത്തെയും വെല്ലുവിളിക്കുന്ന ചിലതുണ്ട്. പക്ഷെ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്നെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്, ഞാൻ നിനക്ക് നൽകിയ ചില ശുശ്രൂഷകളുണ്ട്, ഞാൻ നിനക്ക് തന്ന ചില കഴിവുകളുണ്ട്, അതിലൂടെ ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടും. ഒരു ദാവീദിനെ പോലെ ചില വിഷയത്തിന് മുമ്പാകെ നീ മുൻപോട്ട് ഇറങ്ങേണ്ട സമയങ്ങളാണ്. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ശൗലിന്റെ പടയങ്കി നിനക്ക് വേണ്ട, ശൗലിന്റെ പടച്ചട്ടക നിനക്ക് വേണ്ട, ശൗലിൻ്റെതായ ആയുധങ്ങൾ ഒന്നും നിനക്ക് വേണ്ട. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ബാല്യം മുതൽ ഞാൻ നിന്നെ അഭ്യസിപ്പിച്ചെടുത്ത ചില മേഖലകളുണ്ട്, അതനുസരിച്ച് ഈ ദിവസം നീ മുൻപോട്ട് യാത്ര ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്നോട് ഇടപെടുകയാണ്. നിന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രു എന്ന് പറയുന്ന വ്യക്തിത്വം ബാല്യം മുതൽ അഭ്യാസം പ്രാപിച്ച മേഖലകളാകാം. ഒരുപാട് വിശുദ്ധീകരണങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തന്റെ സാഹചര്യം, തന്നെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, തന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ അളവും പോലും എല്ലാം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നോട് വളരെ വ്യക്തമായി ഇടപെട്ട് സംസാരിക്കുന്നു. മറ്റൊരു ആയുധത്തിന്റെ സഹായമില്ലാതെ, മറ്റൊരു ശക്തിയുടെ സഹായമില്ലാതെ പരാജയപ്പെട്ടു നിൽക്കുന്ന ജനതയെ കൈപിടിച്ചുയർത്തക്ക നിലയിൽ നിന്നെ ഞാൻ ഇറക്കുന്ന ദൈവമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്, ശക്തമായി ഇടപെടുകയാണ്. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ശൗലിന്റെ ശരീരത്ത് മറയപ്പെടാത്ത ഭാഗം ഏതാണെന്ന് വ്യക്തമായി കൃത്യമായി അറിയപ്പെട്ടവൻ ദാവീദ് മാത്രമാണ്. ദാവീദ് ഇങ്ങനെ നോക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ മറവില്ല എന്ന് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്, ശത്രുവിന്റെ രഹസ്യങ്ങളെ കണ്ടറിഞ്ഞ് ആയുധങ്ങൾ പ്രയോഗിക്കത്തക്ക നിലയിൽ ഞാൻ നിന്നെ ഉപയോഗിക്കുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എന്നാൽ ചിലത് അസൂയാലുക്കളായി, സ്വന്തം എന്ന് പറയുന്ന ചില മേഖലകൾ നിനക്കെതിരെ അസൂയാലുക്കളായി തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ പ്രതികരിക്കാനോ പ്രശ്നത്തിനോ നീ പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആ വിഷയത്തിന്റെ നടുവിൽ നീ സ്വയമേ ഒഴിഞ്ഞു മാറുക. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നാം മനസ്സിലാക്കുക, രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ദാവീദ് ഹിംസ്രജീവിയുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്നവനാണ്. മല്ലനായ ഗോലിയാത്തിന് മുമ്പിൽ ധൈര്യത്തോടെ നിന്ന മനുഷ്യനാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ദാവീദേ നിന്റെ ധൈര്യം നഷ്ടം? പിന്നെ എവിടെയാണ് നിന്റെ ധൈര്യം ക്ഷയിച്ചു പോയത്?
ആ ചോദ്യത്തിന് ഉത്തരമായി 12ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റി. ധൈര്യം നഷ്ടപ്പെടാനുള്ള കാരണം, ധൈര്യഹീനനായി മാറാനുള്ള പ്രഥമ കാരണം, എണ്ണാൻ കഴിയാത്ത വിധത്തിലുള്ള, എണ്ണിയെടുക്കാൻ അൺകൗണ്ടബിളായ അനർത്ഥങ്ങൾ തന്നെ ചുറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. ഒന്നായിരുന്നെങ്കിൽ ആ ഒന്നിനെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. രണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് മേഖല മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ദാവീദ് പറയുന്നു, സംഖ്യയില്ലാത്ത എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിളായ, ഒരു മനുഷ്യനെ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എനിക്കെതിരെ അനർത്ഥങ്ങൾ കേവലം ഒരു ദിശയിൽ നിന്നല്ല, എന്നെ ചുറ്റിയിരിക്കുന്ന മേഖലയാണ്. ഏതൊരു ദിശയിലേക്ക് തിരിഞ്ഞാലും, ഏതൊരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞാലും, അവിടെ എല്ലാം എനിക്ക് അനർത്ഥങ്ങൾ മാത്രം പതിയിരിക്കുന്ന ഒരു പ്രത്യേക സമയം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യഹീനനായി മാറിയത്. അർത്ഥജാന വൈഡപമന ഘടകം ശേഖാന വൈഡമസ്യാം ധനി റഖാനി അസൈഖാന വൈഡപമസ്യാം ധന. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ, അൺകൗണ്ടബിളായ അനർത്ഥങ്ങൾ, എണ്ണാൻ പറ്റാത്ത അനർത്ഥങ്ങൾ, ആ വിധത്തിലുള്ള പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ധൈര്യഹീനനായി മാറി. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് എനിക്ക് പറയാൻ കഴിയുന്നത്, ഒരു പ്രതിസന്ധി വന്നപ്പോൾ നീ പിടിച്ചു നിന്നവളാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ നീ പിടിച്ചു നിന്നവനാണ്. പക്ഷെ എണ്ണാൻ കഴിയാത്ത ഒന്ന് മാറി പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ നേരെ കൊടുങ്കാറ്റ് പോലെ, പെരുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചപ്പോ നീ പോലും പതറിപ്പോയില്ലേ, നീ പോലും തളർന്നു പോയില്ലേ എന്ന് ദൈവാത്മാവ് ഇന്ന് പകലിൽ നിന്നോട് ചോദിക്കുകയാണ്. അൺകൗണ്ടബിളായ മാറി വന്ന ചില പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തെ വല്ലാതെ വെച്ച് വാഞ്ഞുലച്ചില്ലേ എന്ന് ദൈവാത്മാവ് ചോദിക്കുന്നു. ചില ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില മേഖലയിൽ നിന്ന് പ്രതിസന്ധികൾ ഉയർന്നു തുടങ്ങി. ഞാൻ പറയാം, ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, ഞാനത് സംസാരിക്കുന്നത് ഒരു സാധാരണ ശുശ്രൂഷകനായിട്ടല്ല, മറിച്ച് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കുടുംബസ്ഥനാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ഇളയ കുഞ്ഞുണ്ട്. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. എൻ്റെ അനുഭവം കൂടെ ഞാൻ പറയാം. 2 കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഞങ്ങളുടെ 2ാമത്തെ കുഞ്ഞ് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് 3 മാസം സ്കാനിങ് ചെയ്തു. 6ാം മാസം സ്കാനിങ് ചെയ്ത ശേഷം 6ാമത്തെ മാസം സ്കാനിങ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞിനെ ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഉണ്ട്. അടുത്ത മാസം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ആ കുഞ്ഞിന്റെ താടി ഭാഗം കാണാനില്ല, ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റുമാണ്. അവർ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: എടപ്പാള് ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ ഏതാണ്ട് 4-5 ഡോക്ടർമാരുടെ പ്രസൻസിൽ സ്കാനിങ് ചെയ്ത് അവർ റിപ്പോർട്ട് ഞങ്ങളെ കുഞ്ഞിന്റെ രൂപം കാണിച്ചു. അവളുടെ മുഖമില്ല, കേവലം കണ്ണുകൾ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ നഷ്ടപ്പെടും. അവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയാൽ തന്നെ മുഖമില്ലാത്ത, മുഖഭാവങ്ങളില്ലാത്ത ഒരു കുഞ്ഞിനെ നിങ്ങൾ പേറി ജീവിതകാലം മുഴുവൻ അവനെ വളർത്തേണ്ടി വരും. അതിനുശേഷം എന്നെയും എൻ്റെ പിതാവിനെയും എൻ്റെ സഹോദരനെയും വിളിച്ചു. 6-7 ഡോക്ടേഴ്സ് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു: നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിനെ ഇപ്പോൾ കളയാം, അങ്ങനെ കളഞ്ഞാൽ നിങ്ങളുടെ അമ്മ സേഫ്. അപ്പോൾ എൻ്റെ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: സാർ, ഞങ്ങൾ കർത്താവിന് വേലക്കാരാണ്. മക്കളും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യുന്ന ആളുകളാണ്. ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ താടിയില്ലാത്തവളായി, നാവില്ലാത്തവളായി, പല്ലില്ലാത്തവളായി എങ്ങനെ തന്നാലും അത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. ഞങ്ങൾ അവളെ വളർത്തിക്കൊള്ളാം. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ആ ദൈവം അത് തന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം എന്ന് പറയട്ടെ. നിങ്ങൾക്കറിയണമോ, എടപ്പാള് ഹോസ്പിറ്റലിന്റെ അങ്ങോളം ഇങ്ങോളം കരയണമോ അലറണമോ എന്ന് എനിക്കറിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒരു സമയമാണ്. സങ്കടത്തോടെ കരഞ്ഞ സമയമാണ്.
ഒരുപാട് ചോദ്യം ദൈവത്തോട് ചോദിച്ചു. ദൈവമേ, ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്, ഞാൻ ആളുകളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്ന് ചോദിച്ച സമയമാണ്. നിങ്ങൾക്കറിയണമോ, കരഞ്ഞ് അവശനായി മുൻപോട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാം. സമയമായി, എൻ്റെ കുഞ്ഞിനെ ജന്മം കൊടുക്കുന്ന സമയമായി. പാലക്കാട് മഹദേവമ്മ ഹോസ്പിറ്റലില് എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഭാര്യ പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. താടിയില്ല എന്ന് പറഞ്ഞ, മുഖമില്ല എന്ന് പറഞ്ഞ കുഞ്ഞിന് ദൈവം മുഖം വെച്ചു കൊടുത്തു. ഈ താടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിച്ചു തന്ന എൻ്റെ കുഞ്ഞിന് ദൈവം തമ്പുരാൻ ഈ താടിയെല്ല് വെച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞതാ. ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റുമാണ്. എൻ്റെ ഭാര്യ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇന്നും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്. കുഞ്ഞ് ചിലപ്പോൾ ജീവനോടെ കിട്ടുമോ എന്നറിയില്ലെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. എന്നാൽ എൻ്റെ വിശ്വാസത്തിനും ഉറപ്പിനും വേണ്ടി ക്ലെഫ്റ്റ് പാലറ്റ് ഇല്ല, ക്ലെഫ്റ്റ് ലിപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ സർജറി കഴിഞ്ഞു. ഇന്ന് ആ കുഞ്ഞിനെ കണ്ടാൽ അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നെഞ്ചു പടയുന്ന വേദനയോടെ നീ ചില വിഷയത്തിന് മുമ്പിൽ കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അവൻ വെറുതെ വിടത്തില്ല. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അധികം മക്കളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഇന്ന് എൻ്റെ കുഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ, നന്നായി ആഹാരം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ, ഒരുപാട് ട്രീറ്റ്മെന്റ് മേഖലകൾ പറഞ്ഞ് ഇന്ന് എൻ്റെ കുഞ്ഞാണ് ഈ ബെത്ലഹേം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്ലച്ച് പറയുന്നത്. ഇന്ന് എൻ്റെ കുഞ്ഞാണ് സംസാരിക്കുന്നത്. ഇന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞാണ്. അക്ഷരസ്ഫുടതയോടെ ഏറ്റവും നന്നായി മിടുക്കിയായി പഠിക്കുന്ന എൻ്റെ കുഞ്ഞ്, ഏറ്റവും സുന്ദരിയായ ഒരു കുഞ്ഞിനെയാണ് ദൈവം എനിക്ക് തന്നത്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, പ്രായം കുറഞ്ഞ അപ്പനും അമ്മയും മാതാപിതാക്കളും സഹോദരൻ, ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ചില വിഷയത്തിന് മുമ്പാകെ നീ ധൈര്യം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയും, നിന്റെ ധൈര്യത്തെ തിരിച്ചു തരാൻ കരുത്തുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് ഒന്ന് പകലും ഈ കേൾക്കുന്നത്. എന്നോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ചില ആളുകളോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഞാൻ ഈ അനുഭവം, പ്രിയ ദൈവമക്കളെ, ഇതുപോലൊരു സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഷെയർ ചെയ്തു. ഇതുപോലെ എന്നെ അറിയാത്തൊരു ദൈവദാസനാണ് ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. ഞാൻ വലിയ ആളാണെന്ന് പറയാനല്ല, പക്ഷേ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു ബലത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. സമയം അധിഗമിക്കുന്ന എനിക്കറിയാം, പക്ഷെ ഞാൻ പറയട്ടെ, ഇതേ പറയും. ആ സൂം മീറ്റിംഗ് നടത്തുന്ന ശുശ്രൂഷകൻ വാവിട്ട് കരഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ, എൻ്റെ കുഞ്ഞിന്റെ സർജറി ഡേറ്റ് തീരുമാനിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥന വെച്ചതാണ്. ഞാൻ പറഞ്ഞു, ദൈവദാസ, എനിക്കൊന്നും അറിയില്ല, പക്ഷേ എന്നോട് ദൈവം പറയുന്നതനുസരിച്ച് ഞാൻ സംസാരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, ആ പ്രവചന ശബ്ദത്തിനു മുമ്പാകെ ദൈവദാസൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇന്ന് തന്നെ ഒരു ഡേറ്റ് എടുക്കാൻ പോകുകയാണ് സ്കാനിങ്ങിന് വേണ്ടി. ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ഞാൻ ഇനി സർജറി ചെയ്യുന്നു. UK-ലാണ്. അവിടെ നിങ്ങൾക്കറിയാം, UK-യിലുള്ള ആളുകൾക്ക് പെട്ടെന്നൊന്നും ഡേറ്റ് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ആ വിഷയത്തോളം അദ്ദേഹം ഓടി. അങ്ങനെ അദ്ദേഹം സ്കാൻ ചെയ്തു. ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടേഴ്സിന് അത്ഭുതമായി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് സർജറിക്ക് വേണ്ടി നിശ്ചയിച്ച സ്കാനിങ് റിപ്പോർട്ട് ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. നിങ്ങൾക്കറിയാം, 3 സ്കാനിങ് ചെയ്തു. 3 സ്കാനിങ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങളൊന്ന് കൂടി ആലോചിക്കട്ടെ. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു സർജറി വേണ്ട. അവളുടെ മാറിക്കിടന്ന വെയിൻസുകൾ കർത്താവിന്റെ പൊസിഷനിൽ കൊണ്ടുവന്നു. ഞാൻ പറയാം, നിങ്ങൾ നിഷ്കളങ്കരാണെങ്കിൽ, നിങ്ങൾ മനസ്സുകൊണ്ട് ദൈവത്തോട് കരയുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങളുടെ കണ്ണുനീര് കാണാതെ പോകുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. നിന്റെ സങ്കടത്തെ അറിയാതെ പോകുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. നിന്റെ ആവശ്യഭാരത്തെ അറിയാതെ പോകുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. നീ ഒരു പക്ഷേ ധൈര്യം നഷ്ടപ്പെട്ടു പോകാം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാനൊരു ശുശ്രൂഷകൻ, ഞാൻ പലരെയും ധൈര്യപ്പെടുത്തുന്നവരാണ്. നൂറുകണക്കിന് ആളുകൾ സംസാരിക്കുന്നവരാണ്. കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ദൈവനാമത്തിൽ ദൈവം തരുന്ന ആലോചനകൾ പറയുന്നവരാണ്. പലരുടെയും പരാജയപ്പെട്ട് പല ആളുകളും മരണത്തിലേക്ക് പോയവരെ അവരെ ബലപ്പെടുത്തിയവരാണ്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പതറിപ്പോയി.
പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, നീ ദൈവത്തെ സേവിക്കുന്നവരെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്നവരെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി ചങ്കുറപ്പോടെ നിൽക്കുന്നവരെങ്കിൽ നിന്നെ പരാജയപ്പെടുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ ഓർത്ത് ദൈവത്തിലേക്ക് ഒന്ന് കരയാൻ തയ്യാറാകട്ടെ. നിന്റെ വിഷയത്തെ ഓർത്ത് ദൈവത്തോടൊന്ന് യാചിക്കാൻ തയ്യാറാകട്ടെ. ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറയുന്നു, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ഇടയിലേക്ക് എന്റെ കരം ചലിച്ചു തുടങ്ങിയെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഞാൻ പറയാം, ദാവീദിന്റെ ധൈര്യം നഷ്ടപ്പെട്ടത് അനർത്ഥങ്ങൾ, എണ്ണമില്ലാത്ത അനർത്ഥങ്ങളാ. ഒന്ന് ഞാൻ തൊട്ട് പറയട്ടെ, എന്താ അനർത്ഥം? നിങ്ങൾക്കറിയാമോ, ദാവീദ് 10,000 കൊന്നു, ശൗല് 1000 കൊന്നു. 1000 10,000 ജനം പറഞ്ഞപ്പോ അന്നു മുതൽ അവൻ അനർത്ഥം തുടങ്ങി. അന്നു മുതൽ അവൻ അനർത്ഥങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു കാട്ടുകോഴിയെ പോലെ, ഒരു ചെള്ളിനെ പോലെ, ഒരു നായയെ പോലെ അവന്റെ പുറകെ നടന്നവനെ ഉപദ്രവിച്ചു. അനർത്ഥങ്ങൾ നോക്കി ഒന്നല്ല ഒരുപാട് തവണ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ വളരെയധികം ശ്രമിച്ചു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റി. ഈ ഷീജ എന്ന് പറയുന്ന ദൈവദാസി, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, ഏതായുധമാണോ നിനക്കെതിരെ ഉപയോഗിക്കുന്നത്, അതേ ആയുധത്തിൽ ശത്രു വീണു മരിക്കുന്ന ദൈവാത്മാവിനോട് പറയാൻ പറയും. നീ ആയുധങ്ങൾ തിരിച്ചു പ്രയോഗിക്കാൻ പോകണ്ട. ദാവീദിനെ പോലെ ചിലപ്പോഴൊക്കെ നീ ഓടിമറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, ശൗല് ഏത് ആയുധമാണോ ഉപയോഗിച്ചത്, അതേ ആയുധത്തിൽ വീണും മരിച്ച ചരിത്രമാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ഒരായുധവും പ്രയോഗിക്കാൻ പോകണ്ട. ജീസസ്. അനർത്ഥങ്ങൾ അവിടെ തീർന്നില്ല. അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ, ജന്മം കൊടുത്ത സ്വന്തം മകൻ അബ്ശാലോം തനിക്കെതിരെ അനർത്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ വചനം എങ്ങനെയാണ് വായിക്കുന്നത്? ചെരിപ്പിടാതെയും തലയിലെ മുടികൾ പിച്ചിപ്പറിച്ചും കൊണ്ട് കാടുകൾ വനാന്തരങ്ങൾ താണ്ടി അവൻ ഓടാൻ തുടങ്ങി. അവന്റെ ആത്മാവ് പറയുന്നു, ചില വിഷയത്തിന് മുമ്പ് നീ ഓടിക്കോണം, ചില വിഷയത്തിന് മുമ്പ് നീ ഓടിക്കോണം എന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എന്റെ സന്ദേശം പര്യവസാനിപ്പിക്കപ്പെടണമല്ലോ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ സന്ദേശം ഇവിടെ ക്ലോസ് ചെയ്യണമെന്ന് ആവശ്യമാണല്ലോ. ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞത്, ദാവീദ് ആരാണ്? ധൈര്യമുള്ളവനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ദാവീദിന്റെ ധൈര്യം നഷ്ടപ്പെട്ടത്? ഒരു പഠനം എന്ന പഠനം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 1, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ. 3, അവനെതിരെ ഉണ്ടാകുന്ന അകൃത്യങ്ങൾ. 2 അകൃത്യങ്ങളാണ്. ഈ 2 കാരണങ്ങളാണ് അവന്റെ ധൈര്യം നഷ്ടപ്പെടാൻ കഴിയും. എന്നാൽ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, എങ്ങനെ ധൈര്യം പ്രാപിക്കും? ഒരു വാക്യം ഒന്ന് വായിക്കാം. എഫീസ് ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. 2 കാര്യങ്ങളാണ് ധൈര്യം പ്രാപിക്കുക. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നു. എഫേസ്യ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ധൈര്യം പ്രാപിക്കണം. 1, അവങ്കിൽ ആശ്രയിക്കണം. ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് എന്ത് തരും? ധൈര്യം തരും. നിന്റെ ധൈര്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, നിന്റെ ധൈര്യം ക്ഷയിച്ചു എന്ന് തോന്നുന്നു, ദൈവവചനം ശക്തമായി പറയുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നാണ്.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ധൈര്യം നഷ്ടപ്പെടുമ്പം നീ ദൈവത്തിൽ ആശ്രയിക്കണം. അതിനൊരു ഉദാഹരണമാണ് നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു, ധൈര്യം ക്ഷയിച്ചൊരു ജനത. ആ ജനതയുടെ മുമ്പിൽ നെഹമ്യാവ് നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ എങ്ങനെയാണ് നമുക്ക് വായിക്കുന്നത്? ഭയങ്കരനും വലിയവനുമായ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശക്തിപ്പെട്ടോളാനാണ്. ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആരിലാണ് ആശ്രയിക്കുന്നത്? നെഹമ്യാവ് പറയുകയാണ്, ഭയങ്കരനും വലിയവനുമായ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങളെക്കും വേണ്ടി പോരാടുവിനെന്നാണ്. ധൈര്യം നഷ്ടപ്പെടുത്താൻ സൽവല്ലത്തും തോബിയാവും എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും ഭയങ്കരത്വമുള്ള വലിയവനായ ദൈവത്തെ ഓർത്ത് ആ ദൈവത്തിൽ ധൈര്യം പ്രാപിക്കണമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ധൈര്യം പ്രാപിക്കാൻ ഒന്നാമത്തെ ഉപാധി ദൈവവചനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്: ദൈവത്തിൽ ആശ്രയിക്കുക. വിശുദ്ധീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ പദം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുക കൂടെ ചെയ്യണം. സാധാരണ നിലയിലല്ല. ദൈവവചനം പറയും, നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ നിനക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. നിങ്ങൾക്കറിയാമോ, റോമാലേഖനം 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: സാറയുടെ ഗർഭപാത്രത്തിന്റെ അവസ്ഥ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തന്റെ പ്രായത്തിന്റെ ആധിക്യത വ്യക്തമായി മനസ്സിലാക്കിയിട്ടും, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസത്തിൽ ധൈര്യം പ്രാപിച്ചു എന്നാണ്. പ്രായം നോക്കുമ്പോഴും സാഹചര്യങ്ങൾ നോക്കുമ്പോഴും അവസ്ഥകൾ നോക്കുമ്പോഴും മെഡിക്കൽ സയൻസ് നോക്കുമ്പോഴും സാഹചര്യ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോഴും ശാസ്ത്ര ലോകങ്ങൾ കാണുമ്പോഴും നിന്റെ ധൈര്യം നഷ്ടപ്പെടുന്നതാകാം. പക്ഷേ അതിനെ അതിജീവിക്കുന്നതാകണം നിന്റെ വിശ്വാസം എന്ന ദൈവത്തിന്റെ വചനം ഇന്ന് വളരെ ശക്തമായി ഇടപെടുകയാണ്. ഒരു അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തവളായി മാറാൻ എത്ര പേനകത്തുണ്ട്. നിർജീവത്വം, നിന്റെ സാഹചര്യം വ്യക്തമായി നിനക്കറിയാം, അവസ്ഥകൾ വ്യക്തമായി അറിയാം, നീ ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളും വ്യക്തമായി നിനക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുകയാണ്: നീ വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരുന്നാൽ കല്ലുകൾക്കകത്തു നിന്നും മക്കളെ തരാൻ, ചാരത്തിൽ നിന്ന് മക്കളെ തരാൻ, അസാധ്യതകളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഇടത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഷിനി ജോൺ എന്ന് പറയുന്ന ദേവദാസി, കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെയാണ് ഇടപെടുന്നത്. യോസേപ്പ് തന്റെ മക്കളെ അപ്പനായ യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുപോയി. എന്നിട്ട് ക്രമാനുസരണം മൂത്തവനെ വലതുകരത്തിന് നേരെയും ഇളയവനെ ഇടതുകരത്തിന് നേരെയും കൊണ്ടുപോയി. പക്ഷെ അപ്പനായ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് കരങ്ങൾ പിണച്ചു വെച്ച് അവരെ അനുഗ്രഹിക്കും. ആ സമയത്ത് യോസേപ്പിനത് അനിഷ്ടമായി തോന്നും. യോസേപ്പ് പറയുന്ന, അപ്പ ഇങ്ങനെയല്ല, ഇവനാണ് മൂത്തവൻ, ഇവനെയാണ് ഇളയവൻ. അപ്പം പറയാണ്, മകനെ എനിക്കറിയാം. എന്നിട്ട് അപ്പൻ അനുഗ്രഹിച്ചു. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്: നിനക്ക് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നേക്കാൾ കൂടുതൽ നിന്റെ അപ്പന് നിന്നെ അറിയാം. അപ്പം പറയുന്നത്, എനിക്കറിയാം മകനെ. അപ്പന് തെറ്റുപറ്റിയിട്ടില്ല. യോസേപ്പേ, നിനക്ക് വേണമെങ്കിൽ നിന്റെ അപ്പന്റെ കൈകൾ
മാറ്റിവെക്കാൻ നിന്റെ ആരോഗ്യത്തിനുണ്ട്. നിന്റെ അറിവ് കൊണ്ട് അപ്പനെ തിരുത്താം. പക്ഷെ അനുഗ്രഹം എന്നൊരു വാക്ക് പുറത്തു വരണമെങ്കിൽ യാക്കോവിന്റെ അധരത്തിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പന്റെ നാവിൽ നിന്ന് വേണം അനുഗ്രഹം എന്ന പദം വരാൻ. പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസിയോട് ഇടപെടും. ആരൊക്കെ നിന്റെ അനുഗ്രഹങ്ങൾ മാറ്റിയാലും, ഏതൊക്കെ മേഖലകൾ മാറ്റി എഴുതാൻ ശ്രമിച്ചാലും, നിന്റെ മേലുള്ള ദൈവനീതി, നിന്റെ കുടുംബത്തിലുള്ള ദൈവത്തിന്റെ നീതി അത് വെളിപ്പെടാതെ പോകത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് നിയോഗം തരികയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്: ദൈവത്തിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം അപ്പോസ്തല പ്രവൃത്തി 28:15 വാക്യം നിങ്ങൾ എഴുതിയിട്ടാൽ മതി. ഞങ്ങളുടെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് 28:15 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിച്ച് ധൈര്യപ്പെട്ടു എന്ന്. ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ മതി, ദൈവത്തെ സ്തുതിച്ചാൽ മതി, ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. ഞാൻ ചുരുക്കെഴുത്തായി പറയാം, ധൈര്യം ലഭിക്കണമോ? ദൈവത്തിൽ ആശ്രയിച്ച്, ആ ദൈവത്തിൽ വിശ്വസിച്ച്, ആ ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾക്ക് ദൈവം ധൈര്യം നൽകും. ഈ വചനങ്ങൾ അധികമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരം തന്ന കർത്തുദാസനോടും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന ദൈവമക്കളോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കും, സഹായം ചെയ്യുമാറാകട്ടെ. ലതുമായ നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദൈർഘ്യമായി കടന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യക്തമായി സംസാരിച്ചല്ലോ. രോഗത്താലാണ്, കടപ്പാരത്തിലാണെങ്കിലും മറ്റു വിഷയത്തിലാണെങ്കിലും ആരെങ്കിലും അതേരിപ്പെട്ട് കടന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കർത്താവ് ദാസനോട് സംസാരിച്ചല്ലോ. അതിന് ധൈര്യം തീരാതെ വണ്ണം അതിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ഈ ഉപവാസ ദേവദാസൻ ഇടയ്ക്ക് ചില പറഞ്ഞ വചനങ്ങൾ അതൊക്കെ ചിന്തിച്ചോണം. ആര് വില കൊടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് എന്റെ വാസ്തവം. ആര് വില കൊടുത്ത് കരഞ്ഞ് അപേക്ഷിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടിയേ കേട്ടോ, അല്ല കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല. ആര് ദിവസം വില കൊടുത്ത് കരഞ്ഞ് അപേക്ഷിക്കുന്നു അവർക്ക് വേണ്ടി അവരുടെ മറ്റുള്ള മനുഷ്യൻ തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയാത്തൊരു കർത്താവ് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തനം കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ വില കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തൊക്കണം. ആ ദൈവത്തിന് ആത്മാവെ സഹായിക്കാൻ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പുസ്തകം 27 അതിന്റെ 44 വാക്യം അവസാന ഭാഗം എപ്പോഴും ചിന്തിക്കുന്ന വചനമാണ്. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതിനാണ് ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. എന്റെ ആഗ്രഹമാണ് നമ്മളെല്ലാവരും കരയിലെത്തി രക്ഷപ്പെടണം. നമുക്കൊരു മറുകരയുണ്ട്. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ആരും തള്ളപ്പെട്ടു പോകരുത്. കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ പടകിനും നമ്മൾക്കുമെല്ലാം ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ പ്രതികൂല കാറ്റുകൾ പ്രതിസന്ധികൾ കാഞ്ഞിടിച്ചേക്കാം. പക്ഷേങ്കിൽ നമ്മുടെ ഒരു പ്രാണൻ നഷ്ടം വരാതെ വണ്ണം ഒരു നഷ്ടങ്ങളും കഷ്ടങ്ങളും വരാതെ വണ്ണം നമ്മെ കാത്തു പരിപാലിച്ച് മറുകരയെത്തിക്കുന്ന കർത്താവുണ്ട് കേട്ടോ. കർത്താവിന് സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിലും കർത്താവിന് ശ്രീയ തന്റെ ജീവിതയാത്രയിൽ പല പ്രതിസന്ധി കടന്നുവന്നപ്പോൾ തന്റെ കൂടെ സഞ്ചരിച്ചോടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നപ്പോൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് മുഴുകാലം അടക്കിയ ഫലമായി ഇങ്ങനെ എല്ലാവരും കരയിൽ രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ഈ ഭൂമിയിൽ നമ്മുടെ ദൈവം പറഞ്ഞ ചില വാക്യത്വമുണ്ട്, നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വാക്യത്വങ്ങൾ നിശ്ചയമായും അത് നാം പ്രാപിച്ചു മാത്രമേ സ്തോത്രം കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിക്കത്തുള്ളൂ. ദൈവത്തിനെ കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരാധനാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും രാത്രി കഴിച്ചു പോയ ആ കന്യപ്രവാചകി നീ പ്രാർത്ഥന മുറി വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്വതം നിന്റെ പ്രാർത്ഥന മുറി വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആരും കാണത്തില്ല കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ കാണുന്ന കർത്താവുണ്ട്. കർത്താവിന്റെ സ്തോത്രം. നീ സമയത്തെ വേർതിരിച്ചുകൊണ്ട് കർത്താവിന്റെ സ്വതമാലിയ നീ സമയത്തിന്റെ വേർതിരിച്ചുകൊണ്ട് 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് അരമണിക്കൂറായാലും 2 മണിക്കൂറായാലും നീ ആത്മാർത്ഥമായി ഹൃദയനുറുക്കത്തോടുകൂടി ആ ദൈവത്തിന് നിന്റെ പ്രാർത്ഥന ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നതുണ്ടല്ലോ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ പറ്റിയ സ്ഥലമാണ് പ്രാർത്ഥന മുറി. അതുകൊണ്ട് നിന്റെ കടഭാരമായാലും തലമുറയില്ലാത്ത വിഷയമായാലും നിന്റെ രോഗത്തിന്റെ വിഷയങ്ങളായാലും
നിന്റെ ജോലി തകർച്ച വിഷയമായാലും, നിന്റെ ഒറ്റപ്പെടുത്തലായാലും കുറ്റപ്പെടുത്തലായാലും, ഏത് വിഷയമായാലും പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന മുറി കരയണം. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന മുറി കരയണം. ഈ കരച്ചിൽ സ്വർഗത്തിന്റെ ചെവിയിൽ എത്തണം. സ്വർഗം കാണണം. അപ്പന്റെ പാദം നമ്മുടെ കണ്ണിൽ വീഴണം. അങ്ങനെയൊക്കെ നമ്മുടെ പ്രതിഫലമൊന്നും ഒരു ശത്രുവും തട്ടിമാറ്റുവാൻ പറ്റത്തില്ല. ഒരു ശത്രുവും അപകരിക്കുവാൻ പറ്റത്തുമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കർത്താവിന്റെ സ്തോത്രം. പുസ്തകം എഫെസ്യലേഖനം 6:10 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എങ്ങനെയെങ്കിൽ വാഴ്ചയോടും അധികാരത്തോടും ലോകത്തിന് ചില അന്ധകാര ശക്തിയോടുമുള്ള ഈ ദിവസങ്ങൾ പോരാടുന്ന പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന പറയുമ്പോൾ ദൈവത്തോടെ പറ്റിയിരിക്കുകയും പിശാചിനോട് എതിർക്കുന്ന ചില സമയമാണ് ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ട് ശത്രുവിന്റെ തലയെ തകർക്കുവാൻ തുടങ്ങണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ശുശ്രൂഷിക്കുമ്പോൾ ഭൂതങ്ങൾ മനുഷ്യ അധികാരമില്ല. ഇങ്ങനെയൊക്കെയുള്ളവർ ഞാൻ എപ്പോഴും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷ വിളിക്കുമ്പോൾ ആരെങ്കിലും അബദ്ധവശാലോ അല്ലാതോ ചില കാര്യങ്ങൾ ഈ വചനവിരുദ്ധമായി സംസാരിച്ചേക്കാം. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, വചനപ്രകാരം നമ്മൾ വിശ്വസിക്കണമെന്നും ഭൂതങ്ങളുടെ മേൽ നമുക്ക് കർത്താവ് അധികാരമുണ്ട്. രോഗികളുടെ മേൽ കർത്താവ് അധികാരം ആർക്കറിയുമോ? പ്രാർത്ഥിക്കുന്നവൻ, പറ്റിയിരിക്കുന്നവൻ. ചുമ്മാ ഒന്നുമല്ല. ചുമ്മാതെ ഭൂതത്തിന്മേൽ അധികാരം കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച വിഷയമാണ്. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്റെ വകയിൽ അമ്മാച്ചൻ. അദ്ദേഹം മിലിറ്ററിയിൽ നല്ല ജോലിയായിരുന്നു, നല്ല സാമ്പത്തികമായിരുന്നു. ഇദ്ദേഹം വലിയ പെന്തക്കോസ്തൽ ആയതുകൊണ്ട്, നല്ല പണം ഉണ്ടായതുകൊണ്ടും ഇദ്ദേഹം വലിയ റബ്ബർ എസ്റ്റേറ്റും എല്ലാം ഉണ്ടായതുകൊണ്ട് മിലിറ്ററി എല്ലാം റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം പോയി മറ്റുള്ള പാസ്റ്റർമാർ പോകത്തെ കീഴടക്കുന്ന പോലെ ഏനാത്തിൽ പോയി, അടൂരിനടുത്ത് ഏനാത്തിൽ ഭവനത്തിൽ കടന്നുപോയി ഒരു സഹോദരന്റെ മേൽ തല വെച്ച് പോകത്തെ ഇറക്കുവാൻ നോക്കി. എന്നാൽ ആ ഭൂതം ആ സഹോദരൻ ഇറങ്ങിപ്പോയില്ല. ഈ ഇറക്കാൻ പോയ സഹോദരൻ ഇറങ്ങിയില്ല. എന്റെ ബന്ധത്തിലുള്ള വ്യക്തിയാണ്. ഇന്നും അദ്ദേഹം എല്ലാം ഒരു പ്രാന്തനെ പോലെ നടക്കുകയാണ്. കർത്താവ് എല്ലാം വിറ്റഴിച്ച് ഇന്ന് വെറും ഭയങ്കര കോടീശ്വരനായി ജീവിച്ച വ്യക്തി ഇന്നെല്ലാം നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ ചില ഇദ്ദേഹത്തിന് പെൻഷനും കൊണ്ടും കുഞ്ഞുങ്ങളുടെ ചില വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നത്. ഭയങ്കര കോടീശ്വരനായ വ്യക്തി. ഭൂതങ്ങളുടെ ദൈവം അധികം തന്നുണ്ട്. ആർക്കും അറിയാം, പ്രാർത്ഥിക്കുന്ന വില കൊടുക്കുന്നവൻ കർത്താവിന്. അതിന്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം കേട്ടു. ലോകസുശേഷം നമ്മൾ കേൾക്കുക, മർക്കോസ് സുശേഷം കാണുന്നുണ്ട്. മർക്കോസ് സുശേഷം 16-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. വിശ്വസിക്കുന്നതിനാൽ ഈ അടയാളം നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒരുപാട് ഭാഗത്തുണ്ട്, ഞാൻ എടുത്തു വെച്ച ഭാഗം പറഞ്ഞോളൂ. എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ലോകസുശേഷം കേൾക്കുകയായി. വിശ്വസിക്കുന്നതിനാൽ ഈ അടയാളം നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ മാത്രമേ മനുഷ്യ നാമത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഭൂതം എല്ലാം കൂടെ അറിയുമോ അവർ മേൽ വന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഞാനിപ്പോഴും നമ്മുടെ മീറ്റിൽ പറഞ്ഞ ഒരു വിഷയമാണ്. നമ്മൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ദൈവം ഒരു അധികാരം തന്നു കഴിഞ്ഞാൽ മറ്റുള്ള തല കൈവയ്ക്കണം. മറ്റൊരു പ്രാർത്ഥിക്കാം. പക്ഷെ മറ്റു തലമേൽ കൈവയ്ക്കുവാൻ ദൈവം ഒരു പ്രത്യേക അധികാരം തന്നാൽ മാത്രമേ തലയിൽ കൈവയ്ക്കാവൂ. എന്നാൽ ദൈവം അധികാരം തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ദൈവം അധികാരം തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് പ്രത്യേക അധികാരം കർത്താവ് ആ ഒരു അധികാരം തന്നെന്ന് ബോധ്യമായാൽ മാത്രമേ, കർത്താവ് എല്ലാവർക്കും നമ്മൾ അധികാരം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ മാത്രമേ പോയി ഈ ബോധത്തിന് മേലൊക്കെ കൈവയ്ക്കാവൂ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭൂതമേ കൈവയ്ക്കുവാൻ തകണം. ദൈവം അധികാരം തന്നിട്ടുണ്ട്. അത് അധികാരം തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നല്ല ബോധ്യമായാൽ മാത്രമേ കൈവയ്ക്കാവൂ. ഇല്ലെങ്കിൽ ഭൂതം അറിയുമ്പോൾ നിന്നെ വലിച്ചുകൊണ്ട് പോകും. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഭൂതത്തിന്മേൽ അധികാരം കർത്താവ് ഇവിടെ കാണുന്നുണ്ട്. വിശ്വസിക്കുന്നതിനാൽ ഈ അടയാളം നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ കൂടെ അങ്ങനെ എല്ലാം നല്ല മെസ്സേജ് ആയിരുന്നു. എന്നാൽ ഭൂതത്തിന്മേൽ നമുക്ക് മനുഷ്യ അധികാരം, ദൈവത്തിന് മാത്രം അധികാരമുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ എല്ലാം ബാക്കിയുള്ള നല്ല മെസ്സേജ് ആയിരുന്നു. ഞാൻ അന്ന് മെസ്സേജിൽ കൂടെ അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേൾക്കുന്നത് വചനത്തിന് വിരുദ്ധമായിട്ടാണോ വചനപ്രകാരമാണോ എന്ന് ദൈവജനം ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള ഒരു വിവേചനം വേണം. കർത്താവിന് സ്വതം. കർത്താവ് ഈ പകൽമീരി ഇതൊക്കെ പറയാൻ പറ്റും, രാത്രി ലൈവ് ആണെന്നും പറയാൻ പറ്റത്തില്ല. കർത്താവിന് സ്വതം. അതുകൊണ്ട് വിവേചനത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക. കർത്താവെ സ്വതം, ഈ വചനപ്രകാരമാണോ ഞാൻ കേട്ടത്, വചനപ്രകാരത്തിലാണോ ഉള്ളത് സംസാരിച്ചത്. ഇന്നലെ സംസാരിക്കുന്ന വിചാരിച്ച് പ്രാരംഭ ദിവസം പറഞ്ഞില്ലെന്നുള്ള മാത്രമേ. കാരണം ഇനി നമ്മുടെ നീണ്ട ഉപവാസം നടക്കുകയാണ്. ഞാൻ ഇന്ന് 2ാമത്തെ ദിവസം മാത്രമേ ആയുള്ളൂ. ഇനി നീണ്ട 19 ദിവസം കിടക്കുക കർത്താവിന്റെ. അതുകൊണ്ട് സ്തോത്രം. ഓരോ ദൈവദാസന്മാരും ഓരോ ദൈവദാസിമാരും അവർ ശുശ്രൂഷിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെ ചിലപ്പോൾ അവരെ ശുശ്രൂഷയോടെ ആ ഒരു കൊഴുപ്പിച്ച് മൂക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ അറിയാമോ പിന്നെ സ്വൈറ്റിൽ നിന്ന് വിടാനിടയാകും.
അതുകൊണ്ട് അന്നേരം ചിന്തിച്ചോണം, ഇത് എവിടെ നിന്ന് വരുന്നത് ചിന്തിച്ചോണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷ മൂക്കുന്ന സമയത്ത് അവര് കൈനിട്ടതാണോ അത് പരിശുദ്ധാത്മാവിൽ പറയുന്നതാണോ ചിന്തിക്കണം. കർത്താവ് ഭൂതത്തിന്മേൽ ദൈവം മനുഷ്യന് അധികാരം തന്നിട്ടുണ്ട്. എല്ലാവർക്കുമില്ല, ചിലർക്ക് മാത്രം. മനുഷ്യ കർത്താവ് അധികാരം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കുമില്ല, അത് ചിലർക്ക് മാത്രം. അത് ചിലർ നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് മാത്രമേ നാം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പോയി പ്രാർത്ഥിക്കാവൂ. കർത്താവിന്റെ സ്തോത്രം. അല്ലെങ്കിൽ അതുകൊണ്ട് ഇനി നിസ്സാര വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ പോയാലും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തെയും മുദ്രയിട്ടുകൊണ്ട് വേണം മറ്റൊരു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ. കർത്താവിന് നിസ്സാര കാര്യമല്ല. കർത്താവിന് സ്തോത്രം. അല്ലെങ്കിൽ ഇത്രയും പേർക്ക് വേണ്ടി ഈ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കാതെ ഈ പാർഷന്മാർക്കൊന്നും ഇപ്പൊ ശുശ്രൂഷ സമയപാർശ്വം ചോദിച്ചാൽ അറിയാം എന്തെല്ലാം കർഷക അദ്ദേഹം അനുഭവിക്കുന്നു. അതിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കുഴപ്പമില്ല. പക്ഷേങ്കിൽ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസന്മാരും അലി അനുഭവിക്കുന്ന വേദനകളും കഷ്ടങ്ങളും അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാരമായ കാര്യമല്ല. മറ്റുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കർത്താവ് അധികാരം തന്നിട്ടുണ്ട്, ഭൂതത്തെ ഇറക്കുവാനും കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. പിന്നെ ഒരാളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ മേൽ തീർച്ചയായും നമുക്ക് കൈവയ്ക്കാൻ അധികാരമുണ്ട്. അതിന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ തല കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലും അധികമായ പവറാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തല കൈവയ്ക്കുന്നത്. കർത്താവിന് സ്വന്തം പല വലിയ മാതാപിതാക്കന്മാരും ഓരോ വലിയ പാർഷന്മാരുടെ അച്ഛന്മാരുടെ പിന്നെ കുഞ്ഞുങ്ങൾ നിർത്താറുണ്ട്. നിങ്ങളുടെ കരമാണ് ഏറ്റവും അനുഗ്രഹം, അത് കഴിഞ്ഞേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. അച്ഛന്മാരുടെ പാർഷന്മാരുടെ ഞാൻ ദേവദാസനാണ് നിങ്ങൾക്ക് പറയുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കാര്യമാണ്. മാതാപിതാക്കൾ പലരും ഡൗട്ടായിട്ട് ഈ മീറ്റിംഗ് ചോദിച്ചവർ എന്നോടുണ്ടാകും. അവർ കേൾക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾക്കുള്ള അധികാരം പോലെ നിങ്ങളുടെ കുഞ്ഞുമേൽ വേറെ ആർക്കും അധികാരമില്ല. കർത്താവിന് അതിനുള്ള അധികാരം കർത്താവുന്നുണ്ട്. എന്നാൽ വേറെ വ്യക്തിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ തലയിൽ കൈവയ്ക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് വേണം കൈവയ്ക്കാൻ. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമോ നമ്മുടെ കുടുംബത്തെയും നമുക്കുള്ളതെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് മുദ്രയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കൈവയ്ക്കുന്ന വിഷയത്തെ പറ്റിയാണ് പറഞ്ഞാൽ തലമുറയുടെ വിഷയം കടന്നു വരുമ്പോൾ സ്തോത്രം ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന പോലെ വേറെ ഒരു അനുഗ്രഹമില്ല. കർത്താവിന് സ്തുതി. ഞാൻ ശുശ്രൂഷ വരുന്ന പിന്നെ വിശ്വാസിയായ സമയത്തും ഇതുപോലൊക്കെ എന്റെ കുഞ്ഞുങ്ങളുണ്ടൊക്കെ പല ദൈവദാസം പ്രസംഗിക്കാൻ പറഞ്ഞു പിന്നെ കൊണ്ടുവരും. എന്നാൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂടിയൊക്കെയാണ് കർത്താവിനെ അത് ബോധ്യപ്പെടുന്നത്. കാരണം കർത്താവ് നമുക്ക് അധികാരം ഉണ്ടെന്നേ പലർക്കും അത് അനുഭവമില്ലാതാണ്. ഓരോ മീറ്റിംഗ് നടക്കുമ്പോഴും ഓരോ ദൈവദാസന്മാരും നിൽക്കുന്ന സമയത്ത് അവർക്ക് കൊണ്ടുപോയി അവർ പിന്നെ നമ്മുടെ കുഞ്ഞ്, കാരണം അവര് പല ടെൻഷനായിട്ട് വരുന്നവരാ. അവർക്കറിയത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാഹചര്യങ്ങൾ. കർത്താവിന് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാഹചര്യം അറിയാം, അവരുടെ വളർച്ചയെ അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ട് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അവിടെ അധികാരമുള്ളതും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം ചിന്തിക്കുക. എന്നുകൂടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കർത്താവ് ഇതിൽ അങ്ങ് ഡൗട്ട് ചോദിച്ചവരുണ്ട്, അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഭൂതത്തെക്കുറിച്ച് ഒരു വിഷയം പറഞ്ഞപ്പോൾ കർത്താവിന് മാത്രമേ ഭൂതമേൽ അധികാരമുള്ളെന്നും ഒരു ദേവദാസൻ നല്ല ശുശ്രൂഷയായിരുന്നു. ഇടയ്ക്ക് ഒന്നിട്ട് വാക്ക് പറഞ്ഞു പോയപ്പോൾ ദൈവം എനിക്ക് ഞാൻ അവിടെ വെച്ച് മീറ്റിംഗിൽ അദ്ദേഹത്തെയൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് വളരെ ചിന്തിക്കുക. നമുക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ഭൂതത്തിന്മേൽ ബോധം ഇറക്കുവാൻ തൊക്കണം അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാവർക്കുമില്ല. തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നല്ല ബോധ്യമുള്ളവർ മാത്രമേ അതിന് തുനിയാവൂ. ഇല്ലെങ്കിൽ സ്വയം ഭൂതം തുള്ളുന്നതിന്റെ കൂടെ നീയും തുള്ളി നടക്കും. കർത്താവിന് അതുകൊണ്ട് ഭൂതത്തിന്മേൽ അധികാരം തന്നിട്ടുണ്ട്, എല്ലാവർക്കുമല്ല, ഒരു ചില വ്യക്തികൾ മാത്രം. ആ അധികാരം പ്രാപിച്ചവർ മാത്രമേ അതിനുവേണ്ടി തുനിയാവും. കർത്താവിന് ദൈവം അനുഗ്രഹിക്കട്ടെ. പൽക്കാലം കർത്താവിന്റെ വിശുദ്ധാസയോടെ കേൾക്കപ്പെടുവാൻ കർത്താവിനും ദൈവം ഇടയാക്കിയല്ലോ. കർത്താവിന് സ്വയ്യ ഈ ദിവസങ്ങളിൽ ദൈഹികന്യായി കിടക്കുന്ന തകർന്നിരിക്കുന്ന അനേക ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ മീറ്റിംഗിലുമുണ്ട്. അവർക്ക് കേൾക്കേണ്ടതായ ദൈവത്തിന്റെ ആലോചന കേൾക്കപ്പെടുവാൻ തുടങ്ങണം. കർത്താവ് വിശുദ്ധാസനെ കർത്താവ് സഹായിച്ച് ദൈവം സമർപ്പിച്ചല്ലോ. കർത്താവ് സ്വയ്യ വില കൊടുത്ത് നീ പ്രാർത്ഥിച്ച് ദൈവത്തിനെ കരഞ്ഞപേക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങുമെന്നും നമുക്ക് വേണ്ടി ആർക്ക് വേണ്ടി ഇറങ്ങുന്നത്, നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങില്ല ആർക്ക് വേണ്ടി ഇറങ്ങുന്നത്, ഒന്ന് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നിന്റെ കടഭാരമായാലും കർത്താവിന് സ്തോത്രമറിയ സരസ്വതരെ കടഭാരമായാലും ഏത് ദൈവത്തിന് പക്ഷേ ഇതെല്ലാം എപ്പം മാറണം ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ. കാരണം ഇന്നലെ ആ ദേവദാസൻ പറഞ്ഞതിന്റെ കൂട്ട് നമ്മളെല്ലാം പ്രാർത്ഥനയും മറുപടി മൊത്തം പ്രാപിച്ചാൽ ഈ മീറ്റിംഗിൽ നിന്ന് ഈ 79 പേര് കയറും. അത് കയറുന്നില്ല, ഒരു 50 പേര് കയറുന്നില്ലല്ലോ. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് പിന്നെ അവർക്ക് ബിസിയാ. പിന്നെ അവർക്ക് ഡ്യൂട്ടി ഉണ്ട്, ഓവർ ടൈം ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഓവർ ടൈം കഴിഞ്ഞ് ഉറങ്ങണം, പിന്നെ അവർക്ക് തുണി അലക്കണം, പിന്നെ പല കാര്യങ്ങളാ. കറിയോ പാർശ്വക്കറിയോ ഞാൻ എന്തെല്ലാം ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് എന്തെല്ലാം നമുക്ക് ഒത്തിരി പ്രയാസമാകും. പിന്നെ അവരുടെ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് കേൾക്കണം. എന്തുമാത്രം കഷ്ടപ്പെടുന്ന അറിയാവോ പാർശ്വ ചോദിക്കുന്നു ഇങ്ങോട്ടും.
അപ്പൊ അതുകൊണ്ട് ഈ കർത്താവിനറിയാം നാം എന്തുമാത്രം ദൈവത്തിന് നിലവിളിക്കണമെന്ന്. ഞാൻ ഉൾപ്പെടെ നമ്മളൊന്നും ആയിട്ടില്ലേ, ഞാൻ ഉൾപ്പെടെ നമ്മളൊന്നും ആയിട്ടില്ല. കർത്താവിന് സ്തോത്രം. നമ്മൾ കുറെ കൂടെ ഒക്കെ ദൈവത്തിന് തെളിയാനുണ്ട്. അതുകൊണ്ട് എന്നെ ചേർത്ത് പറഞ്ഞത് നമ്മളെ കുറെ തെളിയാനുണ്ട്. അതിനുവേണ്ടിയാ. പക്ഷെ കർത്താവ് നടുക്കളിൽ മുക്കിക്കളയത്തില്ല. ആ ഒരു കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ, നിലവിളിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ, നടുക്കടലിൽ മുക്കിയിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. അവിടെ മാറുന്ന കൈയടിക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. മനുഷ്യൻ എങ്ങനെ ചെയ്യും? നമ്മുടെ കർത്താവ് കൈയടിക്കത്തില്ല. കർത്താവ് നീ മുങ്ങിപ്പോകുന്ന സമയത്ത് നിനക്ക് കരം തന്ന് നിന്നെ വിടുവിക്കുന്ന കർത്താവുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ 2025 എന്റെ വിടുതലിന്റെ വർഷമാണെന്ന്? കർത്താവിന് വില കൊടുക്കുന്ന ദൈവത്തിന് കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കുഞ്ഞുങ്ങളെ, ഈ 2025 നമ്മുടെ തലമുറയ്ക്ക് വിടുതലിന്റെ വർഷമേ കേട്ടോ. അനുഗ്രഹത്തിന്റെ വർഷമാണ്. കർത്താവ് ഉയർച്ചയുടെ വർഷമാണ്. നന്മയുടെ വർഷമാണ്. കർത്താവിന് സ്തോത്രം. നന്മയുടെ കുമ്പാരം പറയുന്നുള്ളതല്ല, പക്ഷെങ്കിൽ നീ വില കൊടുത്താൽ പ്രാപിക്കും. ഈ 25 പ്രാപിക്കും. നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം അജയനോട് കിടന്ന സഹോദരന്റെ വിഷയമല്ല, മാധ്യസ് ഉൾപ്പെടെ സാക്ഷിയാണ്. കർത്താവിന് സ്തോത്രം. ഒത്തിരി നമ്മൾ പ്രാർത്ഥിച്ച വിഷയമല്ലേ? കർത്താവിന് സ്തോത്രം. ആ കുടുംബത്തിന്റെ അത്ഭുതമായി വിടുവിക്കപ്പെടുവാൻ തുടങ്ങണം. കർത്താവ് സഹായിച്ചു. അത് ഞങ്ങൾക്കും പോയി കാണുവാനും അവിടെ പ്രാർത്ഥിപ്പാൻ തുടങ്ങണം. മാധ്യസോനെ കർത്താവിനെ എന്നെ സഹായിച്ചു. അത് നമ്മുടെ കർത്താവ് പലപ്പോഴും ചോദിക്കുമായിരുന്നു എന്തോയ വിഷയമൊന്നും. എന്നാൽ ദൈവത്തെ അത്ഭുതമായി ആ സഹോദരനെ കർത്താവ് കോടിക്കണക്കിന് പൈസ കൊടുത്ത് ഇറക്കേണ്ട വിഷയത്തിന്മേൽ കർത്താവിന് ദൈവം ഇറക്കാൻ. മാത്രമല്ല അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്നോട് കഴിഞ്ഞ് പറഞ്ഞു അത് ചെറിയൊരു പേപ്പർ, ഒരു കേസ് ഒരു ഫീസ് കെട്ടണമായിരുന്നു. 16,000 ദിവസം 16 ദിവസം വരുമ്പോൾ എത്രയോ ആയിരമുണ്ട്. കർത്താവിന് അറിയാം. അതിന് ഫൈൻ കെട്ടണം പറഞ്ഞു. അവർക്ക് 10 പൈസ അല്ല. എന്നാൽ പിന്നെ 8,000 എന്ന് പറഞ്ഞു, 6,000 എന്ന് പറഞ്ഞു, 5,000 പറഞ്ഞു. 100 ദിവസം മാത്രം കൊടുത്തുകൊണ്ട്, അതായത് ഇന്ത്യൻ പൈസ 2,350 അല്ലെങ്കിൽ 3,000 രൂപയ്ക്ക് അകത്ത് മാത്രം അവർക്ക് ആ ഫൈൻ വന്നുള്ളൂ. കർത്താവിന് സ്തോത്രം. 16,000 ദിവസം കിട്ടണമെന്ന് പറഞ്ഞതാ. ആ പേപ്പർ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി കേസ്. അവരുടെ കാര്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. അവരുടെ ലൈസൻസ് ആയാലും അവരുടെ MSID ആയാലും അവരുടെ പാസ്പോർട്ട് ആയാലും എല്ലാം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നീ ജോലിക്ക് വേണ്ടി ബിസിനസ് കർത്താവ് ഒരുക്കിയാൽ മതി. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. വില കൊടുത്താൽ നീ അത്ഭുതം കാണും. പക്ഷേ ചില നാളുകളെ അവർ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ദൈവത്തിന് ആവശ്യമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ പോയപ്പോൾ എന്നോട് മാതൃസോടെ ആ സഹോദരൻ പറഞ്ഞ വിഷയമാണ്. ഇത്രയും വർഷമായിട്ടും ബൈബിൾ എന്താണെന്ന് വായിക്കുന്നത് ജയിലിൽ പോയിട്ടാണ്. അപ്പം ബൈബിൾ വായിക്കുമ്പോൾ ജയിലിൽ വിട്ടതാ. ഇത്രയും വർഷമായ ഒരു സഹോദരൻ പറയാം ബൈബിൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ജയിലിൽ പോയിട്ടാ വായിക്കുന്നത്. അപ്പൊ ബൈബിൾ വായിക്കാൻ വേണ്ടി ജയിലിൽ വിട്ടത്. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നാം കുറെ കൂടെ ദൈവത്തിൽ തെളിയുവാനും, കുറെ കൂടെ പ്രാർത്ഥിക്കുവാനും, കുറെ കൂടെ ദൈവത്തോട് അടുക്കുവാനും, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. ദൈവത്തിന്. അതുകൊണ്ട് ദൈവം നമ്മെ മുക്കിക്കളയാൻ ദൈവമല്ല, നടുകളിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല, നമ്മെ കർത്താവ് പരാജയപ്പെടുന്ന ദൈവമല്ല. പരാജയമുള്ളത് വിജയം കൊടുത്ത ദൈവമാണ്. ആർക്കറിയാമോ? ഇന്ന് പലക്കെ ദൈവദാസൻ ഓർപ്പിച്ച പോലെ ധൈര്യനായവൻ ദൈവത്തിന് വില കൊടുക്കുന്നതിന് വേണ്ടി അവനെ ധൈര്യപ്പെടുത്തുവാൻ തവണ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. ആ കർത്താവിന്റെ പാതപ്പെടുന്നെങ്കിൽ ഇന്ന് പലകാലം വചന ശുശ്രൂഷിപ്പാൻ ക്ലാസ്സിനെ കർത്താവ് വിലപ്പെടുത്തിയല്ലോ. ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഭവ സാക്ഷ്യം കേൾപ്പിച്ചല്ലോ. നമ്മുടെ കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളപോലെ വിളിച്ചു വന്ന കർത്താവാണ്. പല്ലില്ലാതെ പല്ല് കൊടുക്കുവാനും, താടിയില്ലാതെ താടിയില കൊടുക്കുവാനും, കണ്ണില്ലാതെ കണ്ണു കൊടുക്കുവാനും, ചെവിയിലെ ചെവി കൊടുക്കുവാനും, കാലില്ലാതെ കാല് കൊടുക്കുവാനും എല്ലാം നമ്മുടെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. കർത്താവിന് സ്തോത്രം. ആ കർത്താവിന്റെ പാതപ്പെടുന്നെങ്കിൽ ഇതിനല്ലേ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമൊക്കെ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ പെന്തക്കോസ്ത് എന്നുള്ള പേര് വെച്ചുകൊണ്ടൊക്കെ നടക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രയോജനമില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തി കാണണമെങ്കിൽ യഥാർത്ഥ പെന്തക്കോസ്ത് അല്ല, പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കണം. നിങ്ങൾ പെന്തക്കോസ്ത് ആണ്. പക്ഷെ നമ്മൾ പെന്തക്കോസ്ത് അനുഭവമായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രവൃത്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയുള്ള പ്രവൃത്തി കാണുവാനിടയാക്കുക. അതുകൊണ്ട് നമുക്ക് അതാണ് ആവശ്യം. സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തികൾ, ആ പ്രവൃത്തി കാണുവാൻ തൊക്കെ കർത്താവ് വീണ്ടും സഹായിക്കാൻ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. കർത്താവിന് ചെയ്തതിന് ഒരു പ്രാവശ്യം നന്ദി വന്ദനം അറിയിക്കുന്നു. നമുക്കെല്ലാം കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലതും ഞങ്ങളുടെ വിശ്വസ്ത പിതാവേ, നല്ലതും അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. എന്റെ പകല കാലം കർത്താവെ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന് ആലോചനയ്ക്കായി സ്തോത്രം. ഈ പകൽക്കാലം കർത്താവേ സ്തോത്രം. കർത്താവേ
കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തെ ആലോചിക്കാൻ നന്ദി കർത്താവേ. ഞങ്ങൾ പലപ്പോഴും കർത്താവ് ബലഹീനായിരിക്കുമ്പോൾ കർത്താവേ, ബലം പോയെന്ന് പരിശുദ്ധാത്മാവിനെ വിശുദ്ധി ഞങ്ങൾ ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ധൈര്യഹീനായി വന്ന പല പ്രിയപ്പെട്ടവർക്കും ധൈര്യം വരുവാൻ തോക്കണം കർത്താവേ. അഭിഷദാസനോട് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങനെ അഭിഷദാസന് ദാസി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹം, പ്രത്യേകിച്ച് ആ പറഞ്ഞ കർത്താവ് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആയുസ്സും ആരും ദീർഘായുസും കർത്താവ് കൊടുത്തുകൊണ്ട് കർത്താവേ സ്തോത്രം. കർത്താവേ, ഹന്ന പ്രവാചിയെ പോലെ കർത്താവേ, ദൈവമേ കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവെ, ഒരു പ്രവാചിയായി തീരുമാനം തുടങ്ങണം. കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ കർത്താവ് അങ്ങനെ സംഭവിക്കട്ടെ. അത് പഠിക്കുന്ന സ്കൂള് കർത്താവിന് പഠിച്ചു വരുമ്പോൾ കർത്താവെ, അടുത്ത കോളേജുകള് എല്ലാവർക്കും കർത്താവെ ദൈവവിഷയമായി സമ്പന്നായി തീർന്ന ഒരു പ്രവാചിയായി തീരുമാനം തുടങ്ങണം. ഇടയാകണമേ. പഠിപ്പിക്കുന്നവരോട് ദൂത് പറയുവാൻ, പഠിപ്പിക്കുന്നവരോട് പ്രവചിപ്പാൻ തക്കണം. ആ കുഞ്ഞിനെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ദാസ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതൃശോണായി സ്തോത്രം. കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി ദിവസം വെളിപ്പെടുമാറാണമേ. ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ബാങ്ക് ലോണെല്ലാം കർത്താവ് ദിവസങ്ങളിൽ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ ചലിച്ചു നിൽക്കുവാൻ ഇടയാക്കണമേ. എന്റെ ദൈവത്തെ ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുവാൻ തുടങ്ങണം. ദൈവ വിശ്വസ്തനായ കർത്താവാണല്ലോ. ധനവും മാനും പുരാണം സംബന്ധിച്ച് കർത്താവിന്റെ പക്കലുണ്ട്. കർത്താവ് ദിവസങ്ങളിൽ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് ദാസന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ദാസിന്റെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളുടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് മൂത്തുമാളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു വർഷം അടുത്തായി കർത്താവേ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. ഒരു വണ്ണമില്ലാതെ തകർക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. കർത്താവ് മനോഹരമായി നോക്കിക്കൊണ്ടിരിക്കുമേ. യഹോവ അതിശയം പ്രവർത്തിച്ച പോലെ കർത്താവ് മാതാവും പിതാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വേണ്ടി കർത്താവ് ചില വാതിലുകൾ കർത്താവ് തുറക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് ദേവദാസി ശൈലക്ഷ കർത്താവ് വിണ്ടുകൊടുത്തനായി സ്തോത്രം. ദാസെ അനുഗ്രഹിക്കണമേ. ദാസനായി സ്തോത്രം. കർത്താവ് 3 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. മനുഷ്യൻ പുറമേയോട് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുമാണല്ലോ. കർത്താവ് ദാസിയുടെ കർത്താവ് കണ്ണീര് കരച്ചിൽ കണ്ടുകൊണ്ട് നിന്ദിപ്പെട്ടോട് പിന്നെ കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടി മൂത്തമകൾക്ക് വേണ്ടി കർത്താവ് വഴിയും പാൻ തുറന്നു കൊടുക്കണം. ജോലിക്ക് വേണ്ടി കർത്താവ് സാധ്യത കർത്താവ് ഒരുക്കി കൊടുക്കണം. തക്കത തുണി കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവേ സ്തോത്രം സാറേ. കർത്താവ് കുടുംബക്കാരുടെ മുന്നമേ, ചാർച്ചക്കാരുടെ മുന്നമേ അവർ വിധി എഴുതിയിരിക്കുമ്പോൾ അവർ കർത്താവ് വര വരച്ചിരിക്കുമ്പോൾ ആ വരയെ കർത്താവേ സ്തോത്രം. കർത്താവേ, എന്റെ ദൈവം മാറ്റിയൊരു ദൈവമാണല്ലോ. എന്റെ കർത്താവ് വര വരച്ചു കഴിഞ്ഞാൽ എന്റെ കർത്താവേ വര ഈ കർത്താവേ സ്തോത്രം. കർത്താവ് ശത്രുവിന്റെ വര മാഞ്ഞു പോകുമല്ലോ. ഈ ദിവസങ്ങളിൽ ശത്രു വരച്ചു വെച്ച വരകളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയിട്ട് കർത്താവേ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷേൽ മസ്കരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമകളെ അനുഗ്രഹിക്കണമേ. കർത്താവ് കുടുംബത്തെ മാനിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യൻ ഏകന നന്നല്ല, തക്ക തുണയുകൾ അങ്ങോട്ട് വായിക്കാത്തതാണ്. കർത്താവേ, ഇപ്പോൾ കൊടുത്ത കർത്താവേ അത് കർത്താവേ തുണയാകുവാൻ തക്കണം ഇടയാകണമേ. തക്ക തുണയാകും തക്കണം ഇടയാകണം പ്രാർത്ഥിക്കണം. മുപ്പിരിച്ചായിട്ട് വേഗം അറ്റുപോയില്ലല്ലോ. കർത്താവ് ദൈവത്തിന് ഹിതമെങ്കിൽ ആ ബന്ധം കർത്താവേ തുടരണം. ഇല്ലെങ്കിൽ കർത്താവ് പ്രിയതയ്ക്ക് വേണ്ടി കർത്താവ് ശ്രേഷ്ഠനുമായ ഭാവി കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവേ, ദൈവത്തിന് ഹിതമല്ലാതെ തന്റെ ഭാവി നഷ്ടപ്പെടുവാൻ ഇടയാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിവസങ്ങളെ കർത്താവെ ജോലിക്കുള്ള വഴികളെ കർത്താവ് തുറക്കണം. വിശാലത്തിന്റെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ഭാവി ധന്യമാകണം, അനുഗ്രഹിക്കണം. കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥ എവിടെ നിങ്ങളുടെ വാക്യത്വമാണ്. ഈ ഭൂമി അപ്പനില്ലെങ്കിലും ഈ ഭൂമി അന്മയില്ലെങ്കിലും എന്റെ കർത്താവേ സ്തോത്രം. കർത്താവേ ഹാലിയ. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തായ തവിപ്പനെന്നുകൊണ്ട് കർത്താവെ അതിശയം പ്രവർത്തിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവൻസിന്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസെ അനുഗ്രഹിക്കണമേ. ദാസെ അനുഗ്രഹിക്കണമേ. 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വെക്കേഷനിൽ അനുഗ്രഹമാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ കർത്താവെ സ്തോത്രം. കർത്താവ് ജോലി മേലെ അനുഗ്രഹിക്കണമേ. അവരുടെ കരുത്തെ അനുഗ്രഹിക്കണമേ. ഈ 2025 ഇതുവരെ ഇല്ലാത്ത കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തുടങ്ങണം. കർത്താവിന്റെ തേജസ് ഭവനത്തിൽ കാണുവാൻ തുടങ്ങണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി അനുഗ്രഹിക്കണമേ. ഡ്യൂട്ടിക്ക് പോകൽ വഴിയാതെ അനുഗ്രഹിക്കണം. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ചെറുതുമായി പ്രാർത്ഥന വിഷയമേ കർത്താവെ ഈ ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുന്നതും കർത്താവ് തന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു അത്ഭുത സാക്ഷ്യം കേൾപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശനിയോട് മമ്മിക്കായി സ്തോത്രം. കർത്താവ് മമ്മയെ അനുഗ്രഹിക്കണമേ. അച്ഛനായി സഹകരിക്കുന്ന സ്ഥലത്ത് കർത്താവ് ദൈവം മാർഗി സൂക്ഷിക്കണമേ. എല്ലാ ശരീരസ്ഥയും കർത്താവ് പൂർണ്ണമായി വിളിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്റ്റേസിൽ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് ദൈവമേ മറക്കണമേ. എത്രയും വേഗത്തിൽ അവർ ഒരുമിച്ച് ഒരു ദേശത്ത് താമസിപ്പാൻ, ഒരു ദേശത്ത് കർത്താവ് ആരാധിപ്പാൻ കർത്താവേ സ്തോത്രം. കർത്താവേ ഹാലിയ. ഒരു ഫോണിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ സതുരാത്മാവിനെ ആരാധിപ്പാൻ കരം കോർത്ത് പ്രാർത്ഥിപ്പാൻ തക്കണം ഇടയാകണം. പ്രിയ മാതാവിന്റെ കരച്ചിലേക്ക് കേട്ടുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വഴികൾ തുറന്നല്ലോ. സ്റ്റെഫി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. കർത്താവേ ഹാലിയ. അടുത്ത ചില മാസങ്ങൾക്ക് കർത്താവേ എങ്ങനെ വിഭാവത്തിൽ നടക്കണമല്ലോ. പരിശുദ്ധ കർത്താവേ സ്തോത്രം. കർത്താവ് കാണിച്ചു കൊടുത്ത തക്കത്തോണം അത് അനുഗ്രഹമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ ഹാലിയ.
അനുഗ്രഹപ്പെട്ട ഒരു സഹാക്കായി കർത്താവ് അതിലേറെ ഉപയോഗിക്കുമാറാണോ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കർത്താവേ. കുഞ്ഞുങ്ങളുടെ കുറിച്ച് മാനിക്കണം. അവയുടെ വിവാഹത്തിനുള്ള എല്ലാ സാമ്പത്തികം കർത്താവ് ഒരുക്കി കൊടുക്കണം. അമ്മയുടെ കണ്ണിയും പ്രാർത്ഥന കർത്താവ് കേട്ടുകൊണ്ട് മറുപടി അയക്കണം. കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതം അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ താമസിക്കുന്ന കർത്താവാട ഭവനിൽ നിന്ന് നല്ല ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നല്ല ഭവനം കർത്താവ് ഒരുക്കി കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മയെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശരീരസ്ഥയും കർത്താവ് പൂർണ്ണമായി ഒടിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയായി സ്തോത്രം. ആ ജോലി എല്ലാം കർത്താവ് നടക്കുവാൻ തക്കണം. സ്വർഗം സഹായിക്കണമേ. ആ കുഞ്ഞിന്റെ വിഷയത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവേ സ്വർഗം കുഞ്ഞിന്റെ വിഷയം അവർ പാടുപെടുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ ഇവിടെ ഇടയാക്കണമേ. കുഞ്ഞിനെല്ലാം പാടിച്ച് വിടുവിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. സാലറി കർത്താവ് കൊടുക്കണം. കർത്താവേ സ്തോത്രം കർത്താവേ. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൃക്ഷവാസ സൃഷ്ടിയോർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുടുംബത്തെ ഓർത്ത് കുടുംബമായി സഹായിക്കണമേ. ഇടമായി കർത്താവ് ശ്രേഷ്ഠമായ ജോലി കർത്താവ് ഒരുക്കി കൊടുക്കണമേ. കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തുടങ്ങണം. സ്വർഗം സഹായിക്കണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീര സൃഷ്ടികായ സ്വരം അനുഭവം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറയിലെ ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽ കാലം കർത്താവേ സ്തോത്രം ദാസം കേൾക്കപ്പെടുന്ന പോലെ കർത്താവേ സ്തോത്രം കർത്താവേ അസാധ്യങ്ങളെ സാധ്യമാകുന്ന കർത്താവ് നിർജീവമായി ജീവിപ്പിക്കുന്ന കർത്താവ് ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ ദാസിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. തലമുറ സന്താനങ്ങളെ കർത്താവ് കൊടുക്കണമേ. നഗരത്തിന്റെ വീതികളും ആൺകുട്ടികളും പെൺകുട്ടികളും കളിച്ചുകൂട്ടി ഞങ്ങളുടെ വായിക്കാത്തതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകട്ടെ കർത്താവേ. ആ ഉദരത്തെ ചലിക്കണമേ അപ്പ. സ്തോത്രം സ്തോത്രം കർത്താവ്. ദൈവത്തിന് ചലനം ഉണ്ടാകുവാൻ തക്കണം. സ്വർഗം സഹായിക്കണം. ശ്രേഷ്ഠമായ ജോലി കർത്താവ് സൗകര്യ കർത്താവ് ഒരുക്കി കൊടുക്കണം. അടുത്ത ദിവസം യാത്രയാകുമ്പോൾ കർത്താവിന്റെ പരിപാലന സൂക്ഷ്മ കാവലും ഉണ്ടാകണം. കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവിൻ ദാസ് തവീ സൃഷ്ടികായ സ്തോത്രം. കർത്താവിൻ ദാസ് അനുഗ്രഹിക്കണമേ. കുടുംബമായി മാനിക്കണമേ. വൻവർക്കുകളെ പൂർത്തിയാക്കാൻ സഹായിക്കണം. എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥന മാതാവിനായി സ്തോത്രം. കർത്താവ് സൗകര്യം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ശനിയാഴ്ച കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ആ ശനിയാഴ്ച നടക്കുന്ന കൂട്ടായ്മ ഒരു സറിയാ തീരുമാനം. ഈ ബെഥക്കോസ് മിനിസ്ട്രിയുടെ കർത്താവ് വിശാലമാക്കത്തക്ക രീതിയിൽ കർത്താവ് ആ കൂട്ടായ്മ കർത്താവ് മാനിച്ച് വർദ്ധിപ്പിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അത് കർത്താവ് നയിക്കുവാൻ തക്കണം. ദാസിയെ കർത്താവ് വിലപ്പെടുത്തി നിശ്ചയിക്കുകയും ചെയ്യണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മമാവിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകളെ കുടുംബത്തെ ഓർത്ത് തലമുറോട് മാനിക്കണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി ധന്യമാക്കണമേ. ഇളവെ തക്കതായ തുണയെ കർത്താവ് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമാമി കർത്താവ് വിലപ്പെടുത്തി നിശ്ചയിച്ചിരിക്കണമേ. ഏറുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുസമഞ്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശാരീരിക സ്വസ്ഥയെ പാടുപെടുമ്പോൾ കർത്താവെ ദൈവത്തിന് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് ദിവസങ്ങൾ ദൈവത്തിന് പുറത്തുകൊള്ളപ്പെടണമേ. എല്ലാ രോഗിയും നല്ല വൈദ്യനായ കർത്താവ് നിന്ദിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന സമൂഹത്തിനുമെന്നമേ കർത്താവെ സ്തോത്രം കർത്താവെ. എന്നെ പകുതി ലജ്ജിക്കണമേ. നന്മയ്ക്ക് അവർ അടയാളത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കുന്ന വചന പ്രകാരം കർത്താവെ അടയാള സഹിതം ഇപ്പോൾ ആരെല്ലാം പരിഹസിക്കുന്നുവോ, ആരെല്ലാം ഒറ്റപ്പെടുന്നുവോ, ആരെല്ലാം ദൂഷിക്കുന്നുവോ കർത്താവിന്റെ മുന്നമേ അടയാള സഹിതം കർത്താവെ ദൈവം കർത്താവിന്റെ ദാസിയെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ സൗനാരിക്കുന്ന സ്ഥലത്ത് കൃപയുടെ മറിക്കണമേ. കുഞ്ഞുങ്ങൾ രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർക്കുള്ള അമ്മമാർക്കായി സ്തോത്രം. അവരെയും ബലപ്പെടുത്തണമേ. ശിക്ഷിക്കണമേ. ഇരു ഭാഗത്തും കർത്താവ് നല്ല ഭവനം കർത്താവ് ഒരുക്കി കൊടുക്കണമേ. സ്വന്തമായ നല്ല ഭവനം ഇരു കുടുംബത്തിനും കർത്താവ് ഒരുക്കി കൊടുക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ജോലികളെല്ലാം പ്രതിസന്ധി കർത്താവ് മാറണം. തന്റെ കാര്യത്തെ അനുഗ്രഹിക്കണം. ശൂന്യത മാറണം. കഷ്ടപ്പാടെല്ലാം മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാജസൃഷ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ശുശ്രൂഷകളെ മാനിക്കണമേ. അനേകാത്മാക്കൾ നേടുവാൻ തൊക്കണം. സ്വർഗ്ഗം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിവസങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തൊക്കണം. ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഷീനലാലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാത്സ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവേ. ലൈസിന് വേണ്ടി ഞങ്ങൾ കുടുംബമായി ഞങ്ങള് കർത്താവെ കൂട്ടായ്മയെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ ദൈവത്തിന് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ട കർത്താവ് തടസ്സം കൂടാതെ വേണം. ഇന്നലെ പകൽക്കാലം ലൈസൻസ് ലഭിക്കാൻ തന്നെ കർത്താവ് ഇടയാക്കിയല്ലോ. നീ എത്രയും വേഗത്തിൽ നല്ലൊരു വാഹനമായി ഇടയാക്കണം. തിരക്കേറെ പട്ടണങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ പരിപാടി സൂക്ഷിപ്പ് കാവലുണ്ടാകണം. ശത്രു നിശ്ചയിക്കുവാൻ ഇടയാകരുത് കർത്താവേ. കർത്താവ് വണ്ടിക്കകത്തും വാഹനത്തിനകത്തും പുറത്തും എപ്പോഴും കൂടെ സാന്നിധ്യം ഉണ്ടാകണം. ആ തക്കതായ വാഹനം കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവ് ദിവസങ്ങളിൽ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ തുടങ്ങണം. കൃപയിലും കർത്താവ് സഹായിക്കണം. മാതാവിന്റെ കർത്താവ് കൂടെ നിന്ന് ആരാധിപ്പാം. മാതാവിന്റെ കൂടെ മെടുക്കാൻ നടക്കാൻ തുടങ്ങണം. ആ കുഞ്ഞിനെ കർത്താവിന്റെ പ്രിയപ്പെട്ടവരെയും ഇടയാക്കണമേ. തകത കുഞ്ഞിനെ കർത്താവ് കുഞ്ഞിനെ കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമയോർച്ചനായി സ്തോത്രം. കർത്താവ് ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവ് ദിവസങ്ങളെ കർത്താവ് സ്തോത്രം. കർത്താവ് ഹാലിയ ദൂതന്റെ ഹാലി സോലിയ സക്കറിയാവിന്റെ അത്ഭുതം കാണുന്ന ആടികളെടുത്തെന്ന് പറഞ്ഞതുപോലെ സകലത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന ഒരു ദൈവത്തിന്റെ ശബ്ദത്തോട് കാത്തിരിക്കുമ്പോൾ കർത്താവെ ആ ശബ്ദങ്ങൾക്ക് ഇടയാക്കണമേ. രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവിന്റെ മാതാവിന്റെ കണ്ണീര് കേട്ടുകൊണ്ട് കർത്താവെ കണ്ണീര് കണ്ടുകൊണ്ട് നിലവിളി കേട്ടുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കണമേ. ശനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിവസങ്ങളിൽ നല്ലൊരു കോളിംഗ് വരുവാൻ തക്കണം ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചില വിദേശ യാത്രയ്ക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. സഹായത്തിന് കരുതി എഴുന്നേൽപ്പിക്കണമേ. അവരുടെ കാര്യത്തിൽ ഒന്നുമില്ല അപ്പാ. എന്നാൽ കർത്താവേ സ്വരം സമ്പന്നന്മാർ അനവധി ഉണ്ട് കർത്താവേ.
കർത്താവേ ഹാലി ഓരോ ഹൃദയത്തിൽ ദൈവത്തിന് സംസാരിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവ് പ്രിയ കർത്താവ് ദാസി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനം കർത്താവ് ഒരുക്കി കൊടുക്കണമേ. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. മിനിക്ക് ഒരു ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സൗകര്യം അനുഗ്രഹിക്കണമേ. നാലായി നേരത്തെ പ്രിയപ്പെട്ടവനായ സ്വരം മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അവസ്ഥ സ്വർഗം അറിയുന്നല്ലോ. പൂർണ്ണമായി സത്യമായി എഴുന്നേൽപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. മൂത്തവനെ കർത്താവ് ശ്രേഷ്ഠ ജോലി കർത്താവ് ഒരുക്കി കൊടുക്കണം. ഇളവങ്ങളുടെ കർത്താവ് വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം. ബോർഡേസം നടക്കുന്നല്ലോ, അനുഗ്രഹമാക്കണം കർത്താവ്. പ്രിയ സൗകര്യം ചെയ്യുന്ന പ്രവൃത്തിയെ സാധ്യമാക്കണമേ. കർത്താവിനെ കർത്താവ് കുഞ്ഞുങ്ങൾ അവിടെ കടന്നു വരുവാൻ തക്കണം. കർത്താവ് നല്ല വരുമാനമായി തീരുവാൻ തക്കണം. ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവയാ കർത്താവേ സ്തോത്രം. അപ്പോൾ കടന്നു വരുന്ന കർത്താവ് റൂമിൽ കടന്നു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളെ മാറുവാൻ ഇടയാകണം കർത്താവെ. തന്റെ കരുത്തിൽ കർത്താവ് കടന്നു വരുന്ന ഓരോ കർത്താവെ ജാതി പശ്ചാത്തലമുള്ള കുഞ്ഞുങ്ങളും കർത്താവേ സ്തോത്രം ദൈവത്താൽ അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളെ തീരുവാൻ അവിടുന്ന് കർത്താവെ മടങ്ങി പോകുമ്പോൾ ഒരു പ്രത്യേക ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച് കടന്നു പോകാൻ തുടങ്ങണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യേശുവിന്റെ സൃഷ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബോർഡേസം നടക്കുന്നല്ലോ, അനുഗ്രഹമാകണമേ. നല്ലൊരു പാസം ഇടയാക്കണമേ. കുടുംബം അനുഗ്രഹിക്കണം. പ്രസവയുടെ കർത്താവ് കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടപ്പാടുകളും മാറുവാൻ തുടങ്ങണം ഇടയാക്കണം. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേരിയുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവ് ഹാഗാറിനെ പോലെ കർത്താവ് ദിവസത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹാഗാറിന് വേണ്ടി കുറവ് തുറന്ന പോലെ പ്രിയ പതിനു വേണ്ടി കർത്താവെ ആയുസാമിഷയുടെ ഈ വർഷം കർത്താവെ ചില വഴികൾ തുറന്ന് കൃപയ്ക്ക് ആയുസ് കർത്താവ് അങ്ങനെയെങ്കിൽ ഈ ദിവസത്തിൽ കർത്താവ് വഴികൾ ദൂരം കൊണ്ട് നിഷീണിച്ചു പോകാതെ ഈ വിഷയം തീരുമായി പ്രാപിച്ചുകൊണ്ട് ദേവസ്ഥന് മുന്നേറുവാൻ തുടങ്ങണം. ഐക്യം ദശയ്ക്ക് മുന്നേറുവാൻ ഇടയാക്കണമേ. ആ പൈതലും തന്റെ പ്രിയപ്പെട്ടവരും രക്ഷപ്പെട്ട് സ്നാനപ്പെട്ട് തന്റെ കൂടെ മുഴുകാൻ മടക്കം ഇടയാക്കണമേ. ദൈവം സന്ദർശിക്കണമേ. ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ് ചില രാത്രിയിലെല്ലാം കർത്താവ് ഉറക്കത്തെ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥത കൊടുക്കാതെ അസ്വസ്ഥത കൊടുത്തുകൊണ്ട് ദൈവമേ സ്തോത്രം കർത്താവെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ തുടങ്ങണം. കർത്താവ് ചില ദർശന വെളിപ്പാട് കർത്താവ് കൊടുക്കണം. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബേബിയോർക്ക് സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുറച്ച് സൗഖ്യമായ സ്വരം കർത്താസി കർത്താവെ ആയുസ് ദീർഘായുസും കർത്താവ് കൊടുക്കണം. മൂന്ന് കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് ദൈവം വിലപ്പെട്ട് നിൽപ്പാൻ നിൽക്കണം ഇടയാക്കണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഷ്ഠ സാഹചര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം കർത്താവെ ആ കാലിന്മേൽ ദൈവത്തിന് കരച്ചരിക്കണമേ. അസ്ഥിയോട് ജോയിന്റ് ആയി തീരുവാൻ തുടങ്ങണം. കർത്താവ് മാംസപേശികളെ കർത്താവ് ഒന്ന് തീരുവാൻ തുടങ്ങണം ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കാലിന്റെ എല്ലാ വേദനകളും മാറി കർത്താവെ പൂർണ്ണ സൗഖ്യത്തോടുകൂടി കർത്താവ് ഓടിച്ചാൽ നടന്ന് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങണം. സ്വർഗം സഹായിക്കണം. രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വായ്പ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ കർത്താവ് വളർച്ച അനുഗ്രഹിക്കണം. കർത്താവ് ദൈവത്തിന് സ്തോത്രം. മാതാവിനും പിതാവിനെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് സാരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗകര്യ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇന്റർവ്യൂ വേണ്ടി കർത്താവ് കാത്തിരിക്കുമ്പോൾ തക്ക ഡേറ്റ് കർത്താവ് ഒരുക്കി കൊടുക്കണമേ. അതിനുവേണ്ടി കർത്താവുള്ള സാമ്പത്തികത്തിന് വേണ്ടി അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വഴികളെ കർത്താവ് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അല്പദിവസം കർത്താവ് പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളെ കർത്താവ് 4 പേരും കുടുംബമായി കർത്താവേ സ്വരം അവരാഗ്രഹം ദേശത്ത് കടന്നുപോയി കർത്താവിന് മഹത്വപ്പെടുത്താൻ സ്തുതിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഒരു പ്രാവശ്യം അലുമറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായി സഹായിക്കണം. മയക്കണ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണയെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ. കർത്താവ് ഹൃദയപ്രധാനമായുള്ള തക്ക തുണയെ കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവിനെ അനുഗ്രഹിക്കണം. ഇളവയിലെ അനുഗ്രഹിക്കണം. കുടുംബമായി മാനിക്കണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈൻ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്നെ പ്രിയപ്പെട്ട പൂർണ്ണമായി സൗഖ്യം കർത്താവ് കൊടുക്കണമേ. അത്ഭുതം പ്രവർത്തിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം കർത്താവേ. ഈ ദിവസങ്ങളെ കർത്താവെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് ചില വിഷയത്തിന്മേൽ കർത്താവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാവി കർത്താവ് ധന്യമാകണം. പ്രവയിൽ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോളി സമാമി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിക്കണം. കർത്താവ് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇജോളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. കർത്താവ് തലമുറയിലെ ഭാരപ്പെടുമ്പോൾ ഉദരത്തെ കെട്ടത് ഒഴുകുമാറാണമേ. അത്ഭുതം കർത്താവ് പ്രവർത്തിച്ച് മാനിക്കും സഹായം ചെയ്യണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജല ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി സഹായിക്കണം. തലമുറ മാനിക്കണം. കർത്താവ് ദിവസങ്ങളെ കർത്താവിന് പിന്നെയും പ്രയോജനപ്പെടുവാൻ തുടങ്ങണം. സ്വർഗം സഹായിക്കണം. കർത്താവിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലാലി സമാമി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗത്താ പ്രേക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും സഹായം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രിൻസിനായി സ്തോത്രം. കർത്താവിന്റെ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് സഹായം പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ കുടുംബമായി സഹായം കർത്താവേ ശ്രേഷ്ഠ ജോലി കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവേ കർത്താവ് തലമുറയിലെ ഭാരപ്പെടുമ്പോൾ കർത്താവേ ദൈവോദരത്തെ കെട്ടഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യവസ്ഥ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സഹായിക്കണം. അവിടെ ശ്രേഷ്ഠ ജോലി കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഒരു പൈസ കൊടുത്ത ഭർത്താവ് പൈസ നഷ്ടപ്പെട്ടു പോകാതെ എത്രയും വേഗത്തിൽ അവരാഗ്രഹിച്ച് ദേശത്ത് എത്തപ്പെടുവാൻ തകണം ഇടയാകണം പ്രാർത്ഥിക്കുന്നു. അവൻ കൊടുങ്കാരനെ ശാന്തമാക്കി തിരമാല അടങ്ങി ശാന്ത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച് തുറമുഖത്ത് അവരെ എത്തിച്ച് കർത്താവെ പ്രിയ കുഞ്ഞുങ്ങള് ആഗ്രഹിക്കും തുറമുഖത്ത് എത്തിക്കണമേ. ഇപ്പോൾ കൊടുങ്കാറ്റും തിരമാലയും ശാന്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബോസ് കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മൂത്തമനുവേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ശ്രേഷ്ഠമായ നല്ല വഴി കർത്താവ് തുറന്നു കൊടുക്കണം. ഇളമാരുടെ വിദ്യാഭ്യാസം എസ് അനുഗ്രഹിക്കണം. പ്രിയ സൗകര്യം അനുഗ്രഹിക്കണം. കർത്താവെ പ്രിയ സൗകര്യ യാത്രയിൽ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജയ കുവേറ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞെരുകളും ഭാരം ബുദ്ധിമുട്ട് മാറിപ്പെടുവാൻ തകണം. പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവ് നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുജാസന ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മൂന്ന് തകരാത്തോണെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ. ഇളമാനി മനസ്സും മടങ്ങിനെ കർത്താവ് കൊടുക്കണം. കർത്താവ് തന്നെ പ്രിയപ്പെട്ടവരെല്ലാം രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ തകണം ഇടയാക്കണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിബ ബിജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റാസെ അനുഗ്രഹിക്കണമേ. ഓനെ ഓർത്ത് മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി കർത്താവ് ധന്യമാക്കണമേ, അനുഗ്രഹിക്കണമേ. തന്റെ കാര്യത്തിലെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ കർത്താവെ. കർത്താവെ ചെതറിക്കിടക്കുന്ന കർത്താവെ അസ്ഥികൾ ഒന്നായി പോലെ ചെതറിക്കിടക്കുന്ന ചില ബന്ധം ഒന്നാകുവാൻ തകണം. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കർത്താവ് നാമത്തിലെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജെസ്സി സിമോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗകര്യം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമായി ഭാവി കർത്താവ് ഒരുക്കി കൊടുക്കണം. കർത്താവ് മാനിക്കും സഹായിക്കണം. എന്റെ കർത്താവ് നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷേലിന്റെ മാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാമയുടെ കർത്താവ് പ്രാർത്ഥനകൾ കണ്ണീരെല്ലാം കർത്താവ് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി സഹായിക്കണമേ. മൂത്തമകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ചെയ്യുന്ന ജോലി മേലെ അനുഗ്രഹിക്കണം. സാർട്ടിഫിക്കറ്റ് കർത്താവ് കൊടുക്കണം. രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു യാത്രയ്ക്ക് പേപ്പർ റെഡിയാക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ക്ലിയറൻസ് ആയി കർത്താവെ കടന്നു പോകുന്ന റെഡിയാക്കണമേ. കർത്താവ് മോന് കർത്താവെ ശ്രേഷ്ഠമായ നല്ല ഭവനം കർത്താവെ അവരാഗ്രഹിക്കുന്നിടത്തിന് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രിയ അമ്മയുടെ പ്രാർത്ഥന പോലെ ആഗ്രഹത്തെ പോലെ കർത്താവ് മോന് കർത്താവ് സ്വന്തമായ കർത്താവ് ഭവന കർത്താവ് നാട്ടിൽ ഒരുക്കി കൊടുക്കണം. ആയിരിക്കുന്ന സ്ഥലത്തും കർത്താവ് ഒരു ഭവന കർത്താവ് ഒരുക്കി കൊടുക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വെള്ളിവരണ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗകര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാമത്തിൽ കർത്താവെ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാര്യത്തിൽ പ്രവൃത്തി കർത്താവ് സാധ്യമാക്കണം. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിശ്ചയ സജി ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സഹായിക്കണമേ. തലമുറ അനുഗ്രഹിക്കണമേ. മൂത്തുമേൽക്കൊണ്ട് കർത്താവ് ദിവസങ്ങളിൽ കർത്താവ് വഴികളെ തുറന്നുകൊണ്ട് എത്രയും പേർക്ക് കടന്നു പോകാൻ തകണം ഇടയാകണം. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേഴ്സി യോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവ് സൗകര്യം അനുഗ്രഹിക്കണമേ. തന്റെ കർത്താവിനെ കുടുംബത്തിൽ മകളെ കുടുംബത്തിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞിനായി സ്തോത്രം. കുഞ്ഞിലെ ബാലകൃഷ്ണ പിടിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹം പ്രത്യേകിച്ച് മോന്റെ കർത്താവ് വളരെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഏറ്റവും അനുഗ്രഹമായി പൂർത്തിക്കാൻ തകടിയാകണം. എത്രത്തോളം കർത്താവ് സഹായിച്ച കർത്താവിനെയും സഹായിക്കാൻ അനുഗ്രഹിക്കണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശരീരത്തിനും കർത്താവ് പൂർണ്ണമായി വിടിക്കുന്നു. വേൽക്കാലം കർത്താവ് മീറ്റിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ തേജസ്സുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥികർത്താവെ മൂന്ന് വലിയ സംശയം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ കർത്താവ് കൊച്ചുപേര് കർത്താവ് സംശയം കടന്നു പോകുന്നു. കുഞ്ഞിയുടെ യാത്രയിലും സംശയ കർത്താവിന് കല്ലും കർത്താവ് കൃപയുണ്ടാകണം. ദാസികളുടെ അനുഗ്രഹിക്കണം. ഞങ്ങൾ കുടുംബമായി സഹായം മനുഷ്യ അനുഗ്രഹിക്കണം. കർത്താവിൻ രാത്രി പോലുമായി അനേകര് കടന്നു വന്ന് കർത്താവ് എനിക്കും പ്രായപ്പാൻ നന്മ പ്രായപ്പാൻ തകണം. പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥി. കർത്താവിന്റെ കൃപയും സാന്നിധ്യം പകരപ്പെടുവാൻ തകണം. സ്വർഗ്ഗം സഹായിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം കർത്താവേ. മീറ്റിംഗിനായി സ്തോത്രം കർത്താവെ അനുഗ്രഹിക്കും സഹായം ചെയ്യണമേ. അടുത്ത ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആൾക്കായി സ്തോത്രം അനുഗ്രഹിക്കണമേ. കർത്താവ് ദൈവത്തിന് ഹിതപ്രകാരം അനേകരെ പങ്കെടുക്കുവാൻ കർത്താവ് കൃപയണമേ. എന്നാൽ എന്റെ അപ്പച്ചന് ഹിതമല്ലാത്ത ഒരൊറ്റ വ്യക്തികള് കർത്താവ് ഒളിഞ്ഞു നോക്കുവാനോ വന്ന് കയറി കർത്താവ് ശ്രദ്ധിക്കുവാനോ ഇടയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവ് ദൈവത്തിന് ഹിതപ്രകാരമുള്ള വ്യക്തികൾ മാത്രം കടന്നു വരുവാൻ തുടങ്ങണം. പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സ്തോത്രം. കർത്താവ് ഉപവാസ പ്രാർത്ഥന ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കണം. അതിനകത്ത് കർത്താവ് ഒരൊറ്റ ചത്തയിച്ച പോലും ഒരൊറ്റ ഭാവി പോലും കർത്താവ് മാനസപ്പെടാത്ത ഗുണപ്പെടാൻ താല്പര്യമില്ലാത്ത ഗുണപ്പെടാൻ കർത്താവെ സ്തോത്രം കർത്താവ് കർത്താവെ മനസ്സൊരുക്കമില്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഈ മീറ്റിൽ പങ്കെടുക്കരുതെന്ന് എന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മീറ്റ് അനുഗ്രഹമാകണം. ഞങ്ങൾ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്കും ഇത് സംബന്ധിക്കുന്നവർക്കും ഈ യോഗങ്ങൾ അനുഗ്രഹമാകണം. ഈ ശുശ്രൂഷിക്കുന്നവർക്കും സംബന്ധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കരം താങ്ങുന്നവർക്കെല്ലാം ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം കർത്താവേ സ്തോത്രം. ദാസിനെയും കർത്താവേ സ്തോത്രം. ദാസി കുഞ്ഞുങ്ങളെ ഈ മീറ്റിൽ പങ്കെടുത്ത ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഇപ്പോഴും തലങ്ങൾ വണങ്ങിയിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും എന്റെ കർത്താവ് തന്നത് കാത്തിങ്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നന്മകൾക്കും മുടക്കം വരുത്താതെ ഒരു നന്മകൾക്കും ദോഷം വരുത്താവണം. ദൈവകൃപയെ മറക്കണം. ദൈവകൃപയെ സൂക്ഷിക്കണം. സകലതും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസകാരും നമ്മോടും ഈ പൽക്കാലം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിശുദ്ധ അതുപോലെ കാലം കേൾക്കപ്പെട്ട ദൈവ ചിന്തയോടുകൂടിയും ഇന്ന് പൽക്കാലം നടന്നതായ മീറ്റിങ്ങോടുകൂടിയും സംബന്ധിച്ച എല്ലാ വിമുഖോടുകൂടിയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘപ്രശ്നമാക്കി മാറാകട്ടെ. ആമേൻ സ്തോത്രം. അറക്കപ്പെട്ട കുഞ്ഞാട് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
കർത്താവ് ബെറ്റി രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുടുമായി സഹായിക്കണമേ. തലമുറയെ മാനിക്കും സഹായിക്കണം. കർത്താവ് ജോലി മേഖല അനുഗ്രഹിക്കണം. കർത്താവ് നാമത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവ് ബെറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബെറ്റി അനുഗ്രഹിക്കണമേ. കർത്താവ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ശ്രേഷ്ഠമായ ജോലി ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കാൻ തുടങ്ങണം. പരിശുദ്ധാത്മാവ് സഹായം കുടുംബം അനുഗ്രഹിക്കണം. തലമുറയെ കർത്താവ് കൊടുത്ത് മാനിക്കും സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിന് സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച് പാടും പേര് വിട്ടുപോണ്ടെങ്കിൽ ക്ഷമിക്കുക. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആൾക്കാർ മാറി ഇറങ്ങി ചെയ്യുമ്പോൾ അവിടുത്തെ പേര് മാറി പോകുന്നതുകൊണ്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. എല്ലാവരും കർത്താവ് സഹായിക്കുക. വൈകുന്നേരം കൃത്യം 7 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിക്കും. ആലിയ സ്തോത്രം. ഞാൻ ഇന്നലെ പറയപ്പെട്ട വിഷയങ്ങൾ പലർക്കും അയച്ചു കൊടുത്തു. ഇനി ആർക്കെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചോളാം, എനിക്കിവിടെ അയച്ചു തരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർക്ക് വേണ്ടി അയച്ചു തരുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കറിയാം ആരുടെ അത് പ്രാർത്ഥിക്കുമെന്ന്. ആലിയ പ്രാർത്ഥിക്കുന്നുള്ളവർക്ക് ഞാൻ അയച്ചു തരാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ അയച്ചു തരത്തുള്ളൂ. എന്നാൽ നേരത്തെ നമ്മൾ എഴുതി വെച്ച പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുകൂടി ആ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ പറയപ്പെട്ട ഈ എഴുതി വെക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദിവസം പറഞ്ഞ പ്രാർത്ഥിക്കുന്ന സമയം കാണത്തില്ല. അതുകൊണ്ടാണ് കർത്താവിന് സ്തോത്രം നേരത്തെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയവും ഇപ്പോൾ ഇന്നലെ പറയപ്പെട്ട ചില വിഷയങ്ങളും അത് നിങ്ങൾ കൂടെ ആഡ് ചെയ്ത് എഴുതി വെച്ച് നിങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരു നിറവിന്റെ ഒരു കർത്താവുണ്ട് കേട്ടോ. കർത്താവിന് ഞാൻ വിശ്വസിച്ച കൂടുതലാണ്. നാം മറ്റുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ള വിഷയങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന്മേൽ നിറയ്ക്കുവാൻ നോക്കണം. കർത്താവ് നമ്മുടെ വിഷയം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ള വിഷയത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ വിഷയം ആത്മാർത്ഥമായി കാണുന്ന സ്വർഗമുണ്ട്. ആലിയ സ്തോത്രം. ആ ചിന്താതിയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിച്ച് സഹായം ചെയ്യട്ടെ. കർത്താവ് ബേബിയമ്മയെ പ്രൈസ് ലോർഡ് അനുഗ്രഹിയുടെ പ്രാർത്ഥന ഓർക്കാം. മിനിക്കുരു സൃഷ്ടത അനുഗ്രഹിക്കട്ടെ. മേരിക്കുരു സൃഷ്ടത അനുഗ്രഹിക്കട്ടെ. സൂസൻ റഞ്ചി വളരെ അനുഗ്രഹിക്കുമാറാട്ടെ. ഷൈൻ സൃഷ്ട അനുഗ്രഹിക്കട്ടെ. സിജീവൻ സൃഷ്ടത അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മിനി അമരകമ്മ അനുഗ്രഹിക്കട്ടെ. സെവൻ ജോർജ് സദി അനുഗ്രഹിക്കട്ടെ. പറയും അമ്മ അനുഗ്രഹിക്കട്ടെ. തബി സൃഷ്ടത അനുഗ്രഹിക്കട്ടെ. ഷൈനി അമ്മ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ജിജി തമ്പി മമത അനുഗ്രഹിക്കട്ടെ. വാജിസ് മാത്യുസ്യോൺ കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് പ്രവൃത്തികൾ ഇടയാക്കട്ടെ. അവരുടെ സൃഷ്ടയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. മോളി സാംസം മമതി അനുഗ്രഹിക്കട്ടെ. മോളി സിമോൺ മമത അനുഗ്രഹിക്കട്ടെ. ജലീൽ സൃഷ്ട അനുഗ്രഹിക്കട്ടെ. ട്രിവാൻഡ്രം ദൈവം അനുഗ്രഹിക്കട്ടെ. ഡാർലി മമതി അനുഗ്രഹിക്കട്ടെ. ബോസ്കോ പ്രവൃത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷേർലിൻ അല മമതി അനുഗ്രഹിക്കട്ടെ. ഉണ്ണി പ്രവൃത്തി അനുഗ്രഹിക്കട്ടെ. ലിസി സജി സൃഷ്ട അനുഗ്രഹിക്കട്ടെ. മേഴ്സി ജോസ് സൃഷ്ട അനുഗ്രഹിക്കട്ടെ. ഷൈജി സൃഷ്ട ദൈവം അനുഗ്രഹിക്കട്ടെ. ലാഡിയ സമ്മാമ ഷീബ ബിജു എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരുടെ പേര് വിട്ടുപോകണമെങ്കിൽ ദയവായി ഓർക്കുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്വന്തം കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴാണ് പേര് പ്രാർത്ഥന വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കും സഹായിച്ചു മാറാട്ടെ. കർത്താവ് വെച്ചാൽ വൈകുന്നേരം കൃത്യം 7 മണിക്ക് യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കും. നിങ്ങൾ ഈ സൂം ഐഡിയെല്ലാം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഈ മീറ്റിംഗ് പങ്കാളിത്തം വായിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. അല്ലെങ്കിൽ അവരെ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റുള്ളവരും അങ്ങനെ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് അനേകം പങ്കെടുക്കാൻ ഇടയാകും. അപ്പോൾ തന്നെ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ ലിങ്ക് അയച്ചു തരാറുണ്ട്. ഒന്നിൽ മീറ്റിംഗ് നടക്കുമ്പോൾ സമയം, അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി മീറ്റിംഗ് നടക്കുമ്പോൾ അല്ലാതെ കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് ലിങ്ക് എല്ലാം മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവിന് വെച്ചാൽ വൈകിട്ട് നമുക്ക് 7 മണിക്കാണ് ദൈവം സഹായിക്കട്ടെ.